നമ്മുടെ സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബ് സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമേ എന്ന് ആമുഖമായി എന്നോട് തന്നെയും പിന്നെ നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ആ രീതിയിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും അള്ളാഹു അവൻ്റെ ഓശാരമായി ജന്നാത്തുൽ ഫിർദൗസ് നൽകുമ്പോൾ പ്രിയപ്പെട്ടവരോടൊപ്പം അതിൽ ഉൾപ്പെടാനുമുള്ള മഹത്തായ തൗഫീക്ക് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളിലാണ് ഓരോ ദിവസവും നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പട്ടിണി കിടക്കാതെയാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെയൊക്കെ പ്രായമുള്ള ആളുകളോട് ചോദിച്ചാൽ അറിയാം, പ്രയാസങ്ങൾ അനുഭവിച്ച ഒരു കാലഘട്ടം നമ്മുടെയൊക്കെ മുൻഗാമികൾക്കുണ്ടായിരുന്നു. കഞ്ഞി കിട്ടാൻ വേണ്ടി സ്കൂളിലേക്ക് പോകുന്നു എന്നാണ് എൻ്റെ ഉപ്പ എന്നോടൊരിക്കൽ പറഞ്ഞത്. അതിനായിരുന്നു സ്കൂളിൽ പോയത്. അങ്ങനെ പ്രയാസം അനുഭവിച്ച് ജീവിച്ച ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കുന്ന, നല്ല വസ്ത്രങ്ങളിൽ ഉള്ള, നല്ല രീതിയിൽ ജീവിതത്തിൻ്റെ സുഖസൗകര്യങ്ങൾ ആസ്വദിച്ച് ജീവിക്കുന്ന ആളുകളായി നമ്മൾ എത്തിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അതുപോലെ തന്നെ രോഗം ബാധിച്ച നൂറുകണക്കിന് മനുഷ്യരുണ്ട്. അതിൻ്റെ ഇടയിൽ ആരോഗ്യത്തോടു കൂടി ഇവിടെ ഇരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് റബ്ബ് തന്ന വലിയ നിഅമത്താണ്. നമ്മുടെ ഒരു പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് ഒരു പെണ്ണ് കയറി വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മുടെ ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിലേക്ക് കൗൺസിലിംഗ് റൂമിലേക്ക് ഒരു പെണ്ണ് വന്നിട്ട് ചോദിക്കുകയാണ്, എനിക്ക് ആത്മഹത്യ ചെയ്യാൻ ഇസ്ലാമിൽ വല്ല വകുപ്പുണ്ടോയെന്ന്. നമ്മളെ പണ്ഡിതന്മാർ ചോദിച്ചു, നിങ്ങളെന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? ഇസ്ലാമിലൊരു മനുഷ്യനും ആത്മഹത്യ ചെയ്യാൻ ഒരു വകുപ്പില്ല. അപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, എൻ്റെ ഭർത്താവ് കിഡ്നി പേഷ്യൻ്റാണ്. കുറേ കാലമായി ഞങ്ങൾ ചികിത്സിക്കുന്നു. ദിവസവും ചികിത്സിച്ച് ഞങ്ങളുടെ സമ്പത്ത് മുഴുവൻ തീർന്നു. ഞങ്ങളെ എല്ലാ കച്ചവട സ്ഥാപനങ്ങളും ഞങ്ങളെ വീടും എല്ലാം വിറ്റ് കഴിഞ്ഞു. ഒന്നുമില്ല ബാക്കി. പക്ഷെ ഇപ്പോഴും ഭർത്താവിൻ്റെ അസുഖമുണ്ട്. ഭർത്താവ് ഇങ്ങനെ ശ്വാസം മുട്ടി വല്ലാതെ പിടയുന്നത് കണ്ടപ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ അയൽവാസിയോട് പണം കടം ചോദിച്ചു. അയൽവാസി പണം എനിക്ക് കടം തന്നു. ഡയാലിസിസ് ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിൽ ഒരു 3 ഡയാലിസിസ് ഉണ്ടാവും. ഒരു ഡയാലിസിസിന് ഒരു 4000 രൂപ വരും. ആഴ്ചയിൽ 12000 രൂപ വേണം. ഒരു മാസം എത്ര രൂപ വേണം? അത് നടത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ ശ്വാസം മുട്ടിപ്പിടയും. നമ്മുടെ രക്തചംക്രമണ കുഴലുകളിലേക്ക് മൂത്രത്തിൻ്റെ കണ്ടന്റ് കയറും. വയറുവേദന എടുക്കും, വയറ് വീർക്കും, ശ്വാസം മുട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ പെണ്ണ് വന്നിട്ട് ചോദിച്ച ചോദ്യതാണ്. ഞാൻ എൻ്റെ അയൽവാസിയോട് കടം ചോദിച്ചു. അയൽവാസി തന്നു. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ഭർത്താവിന് ശ്വാസം മുട്ടി പിടയാൻ തുടങ്ങി. ഞാൻ വീണ്ടും ചെന്നു, അദ്ദേഹത്തോട് പണം ചോദിച്ചു. അദ്ദേഹം തന്നു. 3ാമതൊരു തവണ തന്നപ്പോൾ അദ്ദേഹം എന്നോടൊരു ആവശ്യം പറഞ്ഞു. ഞാനൊരു വൃത്തികേടിന് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു കൊടുക്കണം. ഒന്നുകിൽ എൻ്റെ ഭർത്താവ് ശ്വാസം മുട്ടി പിടയുന്നത് ഞാൻ കാണണം, അല്ലെങ്കിൽ ഞാൻ ആ ഹറാമിന് കൂടെ നിന്നു കൊടുക്കണം. എനിക്ക് ആത്മഹത്യ ചെയ്യാൻ ഇസ്ലാമിൽ വല്ല വകുപ്പുണ്ടോന്ന്. നമുക്ക് ആ അവസ്ഥ വന്നിട്ടില്ലെന്ന്. നമുക്ക് ആ അവസ്ഥ വന്നിട്ടില്ല. അള്ളാൻ്റെ തൗഫീഖാണ്, അള്ളാൻ്റെ അനുഗ്രഹമാണ്. നമ്മളൊക്കെ ഇൻസ്റ്റാഗ്രാമും FBയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉള്ള ആളുകളാണ്. സ്ത്രീകളായാലും ഇപ്പം അതിലൊക്കെ രംഗത്തുണ്ട്. പലപ്പോഴും നമ്മൾ കാണുന്നതാണ്, ഇതാ ഇന്നയാളുടെ മകൻ, ഇന്നയാളുടെ മകൾ, ഇന്ന അസുഖമാണ്, ആ കുട്ടി രക്ഷപ്പെടണമെങ്കിൽ 50 ലക്ഷം ഉറുപ്യ വേണം, നമ്മളെല്ലാവരും കൊടുക്കണം. നമ്മളെ മക്കളെ ഫോട്ടോ വന്നിട്ടില്ല, നമ്മളെ ഫോട്ടോ വന്നിട്ടില്ല. നമ്മൾ എന്നിട്ട് പറയാം, എനിക്ക് അള്ളാഹ് എന്താ തന്നത്? അള്ളാഹു തന്ന അനുഗ്രഹത്തിലാണ് ഓരോ ദിവസവും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റബ്ബിൻ്റെ ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ച്, ശുക്ർ കാണിച്ച്, നല്ല മുഅ്മിനത്തായി ജീവിച്ച് മരിച്ചു പോകാൻ, അള്ളാഹുവിൻ്റെ സ്വർഗത്തിൻ്റെ ഉന്നതമായ അവസ്ഥകളിലേക്കെത്താൻ, അതിനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതിന് നമ്മുടെ മുമ്പിൽ കുറേ മാതൃകകളുണ്ട്. നമ്മുടെ മുമ്പിൽ മാതൃക തീർത്ത പ്രവാചകൻ്റെ ഭാര്യമാർ, സഹാബ കിറാമിൻ്റെ ഭാര്യമാർ, മുൻഗാമികളായ സലഫുസ്വാലിഹീങ്ങളുടെ ഭാര്യമാർ, അതല്ലാതെ ഭർത്താക്കന്മാർ വിശ്വാസം സ്വീകരിക്കാതിരുന്ന ആളുകളായിട്ടും ഈ വിശ്വാസത്തിന് വേണ്ടി പിടഞ്ഞു ഭരിച്ച ഒരുപാട് സഹോദരിമാർ, അവരുടെ കൂടെ സ്വർഗത്തിൽ പോകേണ്ട ആളുകളാണ് നമ്മൾ. എങ്ങനെ ജീവിക്കണം? നമുക്ക് മാതൃകകളുണ്ട് നമ്മുടെ മുമ്പിൽ മാതൃകകളുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ അടുക്കലേക്ക് ആളുകൾ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താണ് ഉമ്മ വിളക്ക് കത്തിക്കാത്തത്?
റസൂലുള്ളാഹിന്റെ ഭാര്യമാർ പറഞ്ഞു, വിളക്ക് കത്തിക്കാനുള്ള എണ്ണ ഉണ്ടായിരുന്നെങ്കിൽ അതെടുത്ത് കുടിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ദാഹം തീർക്കുമായിരുന്നു, വിശപ്പ് മാറ്റുമായിരുന്നു എന്നാണ്. അത്രയും പ്രയാസം അനുഭവിക്കുന്ന സമയം. അഹ്സാബ് യുദ്ധം കഴിഞ്ഞു, ഗനീമത്ത് സ്വത്തുക്കൾ ഒരുപാട് കിട്ടി. റസൂലുള്ളാഹിന്റെ ഭാര്യമാർ ചെന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഞങ്ങൾ മറ്റുള്ള രാജാക്കന്മാരുടെ ഭാര്യമാർ സ്വർണ്ണത്തളികയിലാണ് കഴിക്കുന്നത്, ഞങ്ങൾക്കതൊന്നും വേണ്ട. രാത്രിയെങ്കിലും വിശപ്പ് കൂടാതെ കഴിയാൻ കുറച്ചൊക്കെ ഒന്ന് ഭൗതികമായ സുഖസൗകര്യങ്ങൾ ഞങ്ങൾക്ക് നിങ്ങൾ തരണം. 9 ഭാര്യമാർ റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്ന് ആവശ്യം ഉന്നയിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ആയത്തിറക്കി. സൂറത്തുൽ അഹ്സാബിലെ ആയത്താണ്, യാ അയ്യുഹൻ നബിയ്യു കുല്ലി അസ്വാജിക ഇൻ കുൻതുന്ന തുരിദുനൽ ഹയാത്തദ് ദുനിയ വസീനതഹ. മുഹമ്മദ് നബിയെ, താങ്കളുടെ ഭാര്യമാരോട് പറഞ്ഞേക്കണം, അവർക്ക് വേണ്ടത് ദുനിയാവാണോ, അവർക്ക് വേണ്ടത് അള്ളാഹുവിൻ്റെ ദുനിയാവിൻ്റെ സുഖസൗകര്യങ്ങളാണോ, അവർക്ക് വേണ്ടത് കൊടുത്ത് ത്വലാക്ക് ചൊല്ലി അവരെ പറഞ്ഞേച്ചേക്ക്. ആലോചിക്കും നിങ്ങൾ, പ്രയാസം പട്ടിണിയും പ്രതിസന്ധിയും അനുഭവിച്ച് പ്രയാസങ്ങൾ അനുഭവിച്ച് ജീവിക്കണ നമ്മുടെ ഉമ്മമാർ ചെന്ന് ചോദിച്ചതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, അവർക്ക് വേണ്ടത് ദുനിയാവാണോ, കൊടുത്തേക്ക്. അതല്ല, അവർക്ക് വേണ്ടത് അല്ലാഹനെയാണോ, അവർക്ക് വേണ്ടത് റസൂലിനെയാണോ, സ്വർഗത്തിൽ വദ്ദാറൽ ആഖിറ അള്ളാഹു ഒരുക്കി വെച്ച സുന്ദരമായ ഭവനത്തെയാണോ, ക്ഷമിക്കട്ടെ, കുറച്ചൊക്കെ സഹിക്കട്ടെ, അവർക്ക് അള്ളാഹു ഉയർന്ന പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ടെന്നാണ്. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി ഇങ്ങനെ നിന്ന് നിസ്കരിക്കുക. എന്നിട്ടാ പറഞ്ഞ, അഫല അകൂന അബ്ദൻ ഷക്കൂറ, ആയിഷ ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ. എത്രയാൻ്റെ റബ്ബ് തന്ന് ഈ റസൂല്. പട്ടിണി കിടക്കുന്ന, നമ്മളിന്ന് കഴിച്ചതുപോലത്തെ ഭക്ഷണം പലപ്പോഴും കഴിക്കാൻ കിട്ടാത്ത നമ്മുടെ പ്രവാചകനും അദ്ദേഹത്തിൻ്റെ പത്നിമാരും. എന്താ സംഭവിച്ചതെന്നറിയാം, 9 ആൾക്കാർ അന്ന് ജീവിച്ചിരിപ്പുണ്ട്. അവർ വന്ന് റസൂലുള്ളാഹിന്റെ കാലിൻ്റെ ഇടക്കിൽ മുട്ടുകുത്തി ഇരുന്നിട്ട് പറഞ്ഞു, റസൂലേ, ഞങ്ങൾക്ക് അങ്ങയെ മതി, ഞങ്ങൾക്ക് അള്ളാഹുവിനെ മതി, ഞങ്ങൾക്ക് സ്വർഗത്തിലെ വീട് മതി, നിങ്ങൾ ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ അവർ കരയായിരുന്നു എന്നാണ്. നമുക്കൊക്കെ ഇന്ന് റബ്ബ് തന്ന വലിയ അനുഗ്രഹങ്ങളിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആ റബ്ബിനോട് നന്ദി കാണിക്കാൻ, ആ റബ്ബിൻ്റെ മാർഗത്തിൽ ജീവിക്കുവാൻ, നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദീന് മുറുകെ പിടിച്ച് ജീവിക്കുവാൻ നമ്മൾ തയ്യാറാകുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ്. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അത്രമാത്രമുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ എണ്ണി തിട്ടപ്പെടുത്താൻ നിന്നാൽ നിങ്ങൾക്ക് കഴിയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം. ഇവിടെ എങ്ങനെയാണ് അള്ളാഹുവിന് നന്ദി കാണിച്ച് ജീവിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കുമ്പോൾ മുൻഗാമികളായ എത്രയെത്ര മഹദികൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് തിരക്കുണ്ടായിരുന്നു. മക്കളും കുടുംബവും കുട്ടികളും ഭർത്താവും അതുപോലെ തന്നെ വീട്ടുകാര്യങ്ങളും ജോലിയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ ദീന് പഠിക്കാൻ, ദീനിനു വേണ്ടി മത്സരിക്കാൻ, ദീനിൻ്റെ നന്മകൾക്ക് വേണ്ടി മത്സരിക്കാൻ, അതിനുവേണ്ടി സേവനം ചെയ്യാൻ ഇറങ്ങിപ്പുറപ്പെട്ട ഒരുപാട് മഹാരഥന്മാരായ മഹദികളായ ആളുകളുടെ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും അല്ലേ. എത്രയോ ആളുകൾ. ഫാത്തിമ റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിന്റെ പുന്നാര മകൾ, ഉപ്പയുടെ അടുക്കലേക്ക് ആളെ വിടുന്ന ചരിത്രം നമുക്കറിയാം. ഉപ്പയുടെ അടുക്കലേക്ക് ആളെ വിടാണ്. ഉപ്പ വെള്ളം കൊണ്ടുവന്ന് ചുമലിനൊക്കെ തഴമ്പ് വന്നിട്ടുണ്ട്, എനിക്കൊരു വേലക്കാരനെ വേണം. ആളവിടില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹ നേരിട്ട് വന്ന് പറഞ്ഞു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ ഭാര്യ പറഞ്ഞു, ഇങ്ങനെ മോള് വന്നിരുന്നു, ഫാത്തിമ റളിയല്ലാഹു അൻഹ വന്നിരുന്നു, ഇങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി ചെന്നു, രണ്ടാളുടെയും നടുവിലിരുന്നു, എന്നിട്ട് പഠിപ്പിച്ചു കൊടുത്തു. അല്ലേ, ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾ ചെല്ലണം അല്ലേ, ആ ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾ ചെല്ലിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അള്ളാൻ്റെ അടുക്കൽ ഉന്നതമായ പ്രതിഫലം കിട്ടും. അത് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ആ സമയത്ത്. എൻ്റെ വാപ്പയ്ക്ക് പറഞ്ഞു തന്നൊരു സംഗതി. എന്താ വാപ്പൻ്റെ കഥ? ഞാൻ ചോദിച്ചതെന്താ, തന്നതെന്താ, ഇതാണോ ചെയ്യേണ്ടത്? അങ്ങനൊന്നുമില്ല. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ആ ദിക്റുകൾ ഞാൻ ഒഴിവാക്കിയിട്ടില്ല. അപ്പോൾ അലി റളിയല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, സിഫീൻ യുദ്ധത്തിൽ ഒഴിവാക്കിയില്ല അലിയെ? അലി റളിയല്ലാഹു പറയാം, സിഫീൻ യുദ്ധം എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ കൂടെ ഒന്നിച്ച് നിന്ന് അടരാടിയ സഹാബിമാർ അലി റളിയല്ലാഹുവിൻ്റെ കാലഘട്ടം എത്തിയപ്പോൾ പരസ്പരം വേർതിരിഞ്ഞ് യുദ്ധം ചെയ്യാം. ഒന്നിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പൊരുതിയ മനുഷ്യന്മാർ അവസാനം വേർപിരിഞ്ഞ് രണ്ടായി യുദ്ധം ചെയ്യുക. എത്ര വേദന ഉണ്ടാവും അലി റളിയല്ലാഹുവിന്. അതുകൊണ്ടാണ് ചോദിച്ചത്, വലാ ലൈലത സിഫീൻ, സിഫീൻ യുദ്ധത്തിൽ നീ അത് മറന്നിട്ടില്ല അലി? അലി റളിയല്ലാഹുവിൻ്റെ മറുപടി ഇല്ല എന്നാണ്, ഞാൻ മറന്നിട്ടില്ല. ഇങ്ങനെ അള്ളാഹുവിൻ്റെ റസൂല് ദീന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അത് ജീവിതത്തിൽ പകർത്തിയ മഹദികളായ ആളുകൾ നമുക്ക് മാതൃകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹദികൾക്ക് മാതൃക പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വം സൂറത്തു തഹ്രീമിൻ്റെ 11-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുതരാ, വളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ. ആരാ ഏറ്റവും മഹദിയായ? വളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു.
വിശ്വാസികൾക്ക്, അള്ളാഹു വിശ്വാസിനികളായ സ്ത്രീകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മാതൃകയായി പഠിപ്പിച്ചു തരികയാണ്. ആരാണ്? ഫിർഔന്റെ ഭാര്യ, അല്ലേ? ഫിർഔന്റെ ഭാര്യ ആസിയ റളിയല്ലാഹു അൻഹു. ഇത് കാല റബ്ബി ബിനി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. അവരെന്താ പറഞ്ഞത്? എൻ്റെ റബ്ബേ, എനിക്ക് നിന്റെ അടുക്കൽ ഒരു സ്വർഗ്ഗത്തിലൊരു വീട് വെച്ച് തരണം. വനജ്ജിനി മിൻ ഫിർഔന വ അമലിഹി. ഫിർഔനിൽ നിന്നും അവൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും എന്നെ നീ കാത്തുരക്ഷിക്കണം. വനജ്ജിനി മിൻ ഖൗമിൽ ളാലിമീൻ. അക്രമികളായ ജനതയിൽ നിന്നും നീ എന്നെ കാത്തുരക്ഷിക്കണം. ഇതെന്തായതെന്നറിയോ? ഫിർഔന്റെ ഭാര്യ, ഞാൻ റബ്ബുക്കുമുൽ അഅല എന്ന് പറയുന്ന ഏറ്റവും വലിയ റബ്ബ് ഞാനാണ് എന്ന് പറഞ്ഞ ധിക്കാരിയായ ഫിർഔന്റെ ഭാര്യ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രബോധനം കിട്ടിയപ്പോൾ ഇസ്ലാം സ്വീകരിച്ചു, അദ്ദേഹത്തിൻ്റെ മതത്തിൽ സ്വീകരിച്ചു. എന്നിട്ട് കൂടെ കൂടി അദ്ദേഹത്തിൻ്റെ ദീനിലേക്ക് വന്നു, ഇസ്ലാം മതത്തിലേക്ക് വന്നു. പീഡനങ്ങൾ ആരംഭിച്ചു. എത്ര സുഖസൗകര്യമായിട്ട് ജീവിക്കുക. നല്ല ഒരു ഭർത്താവുണ്ട്, അദ്ദേഹം രാജാവാണ്, രാജകൊട്ടാരത്തിലെ രാജ്ഞിയായി എല്ലാ സുഖസൗകര്യങ്ങളിലും ജീവിക്കാൻ കഴിയും. പക്ഷേ വേണ്ട, എനിക്കെൻ്റെ റബ്ബ് മതി എന്ന് പ്രഖ്യാപിച്ച് ഇറങ്ങിപ്പുറപ്പെട്ടു അവർ. നമുക്ക് കഴിയും? അങ്ങനെ നമ്മൾ ആലോചിക്കണം. കഴിയണം നമുക്ക് ജീവിതത്തിൽ ഏതേത് പ്രതിസന്ധികൾ വരുമ്പോഴും ദീന് കൈവിടാതിരിക്കാൻ. ഹസറ ബീവി ചോദിച്ചല്ലോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട്, ആ മക്കയിലെ മണലാരുണ്യത്തിൽ ആരോരുമില്ലാത്ത ഭൂമിയിൽ പിഞ്ചോമന മകനെയും അവരെയും വിട്ടുപോരുമ്പോൾ ചോദിച്ചല്ലോ, അല്ലാഹു അമറക്, അള്ളാൻ്റെ കൽപ്പനയാണോ? ഇവിടെ വിട്ടേച്ചു പോകാൻ അല്ല പറഞ്ഞതാണോ? ആണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പൊയ്ക്കോളി, ഒരു പേടിയില്ല. ധീരമായ വനിതകളുണ്ട് ജീവിതത്തിൽ. ദീന് പുലർത്താൻ വേണ്ടി, ദീനിൻ്റെ മാർഗത്തിൽ മുറുകെ പിടിക്കാൻ വേണ്ടി ധീരമായി നിന്ന വനിതകൾ. സുമയ്യ റളിയല്ലാഹു അൻഹു, ഇസ്ലാമിക ചരിത്രത്തിലെ ഒന്നാമത്തെ രക്തസാക്ഷി. യാസിർ കുടുംബമേ ക്ഷമിക്കുക എന്ന അള്ളാഹുവിൻ്റെ റസൂല് പ്രസിദ്ധമായ വാക്ക് പറഞ്ഞ ആ യാസിർ കുടുംബത്തിലെ സുമയ്യ റളിയല്ലാഹു അൻഹു കുന്തം കൊണ്ട് കുത്തി കൊലപ്പെടുത്തി. അവരെ ദീനിനു വേണ്ടി രക്തസാക്ഷിയാകാൻ ഒരു മടിയുമില്ലാതെ അവർ നിന്നു. അബൂ സലമ, ഉമ്മു സലമ, ചരിത്രത്തിലെ എത്ര ഘട്ടങ്ങൾ. സ്വന്തം പിഞ്ചോമന മകനെ പിടിച്ചു വലിക്കുകയാണ്. അബൂ സലമി ഉമ്മു സലമി ഹിജ്റ പോയി. ഉമ്മു സലമയുടെ ഗോത്രക്കാർ തടഞ്ഞു. അബൂ സലമനോട് പറഞ്ഞു, ഇവള് ഞങ്ങളെ ഗോത്രക്കാരിയാ, വേണജ്ജ് പോയിക്കോ. അബൂ സലമ പോയി. ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങൾ പോയിക്കോളി ഹിജ്റ, ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം. അദ്ദേഹം ഹിജ്റ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അബൂ സലമൻ്റെ ഗോത്രക്കാർ വരുന്നുണ്ട്. എന്നിട്ട് അവരുടെ കയ്യിൽ നിന്നും ആ സലമ എന്ന് പറയുന്ന പിഞ്ചോമന പൈതലിനെ പിടിച്ചു വലിക്കുക. ഇത് ഞങ്ങളുടെ ഗോത്രക്കാരൻ്റെ കുട്ടിയാ. വേദനിച്ചു, എല്ല് പൊട്ടി, കുഞ്ഞ് കരഞ്ഞു. അനുഭവിച്ചു ആ മാതൃത്വം, ആ സ്ത്രീ, ആ മഹിളാരത്നം. ആലോചിച്ചു നിങ്ങൾ, എന്തെല്ലാം പ്രയാസങ്ങൾ ദീനിൻ്റെ മാർഗത്തിൽ നേരിട്ടു. എന്നിട്ടും ദീനിൻ്റെ എതിരായിട്ടൊരക്ഷരം നാവിൽ നിന്ന് വന്നിട്ടില്ല. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ വരുമ്പോഴാണ് എല്ലാവരും ദീന് വിട്ടേച്ച് പോവുക. മഹാനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ള അദ്ദേഹത്തിൻ്റെ കിതാബ് തൗഹീദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ആളുകൾ ഷിർക്കിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു കാരണം മാരകമായ പരീക്ഷണമാണെന്നാണ്. മാരകമായ പരീക്ഷണങ്ങൾ വരും ചിലപ്പോൾ അള്ളാൻ്റെ അടുക്കുന്നത്. രോഗങ്ങളായിട്ട്, പ്രതിസന്ധികളായിട്ട്, നമ്മുടെ രോഗങ്ങളായിട്ട്, നമ്മുടെ മക്കളുടെ രോഗങ്ങളായിട്ട്. അപ്പം എന്താ പറയുക, കുറേ കൊണ്ടുനടക്കും. നമ്മളൊക്കെ ഭയങ്കര സെൽഫികളെന്ന് പറഞ്ഞ ആൾക്കാരാണല്ലോ. എല്ലാ ആശുപത്രിയും കയറി ഇറങ്ങി കൊണ്ടു നടന്ന് അവസാനം മെഡിക്കൽ സയൻസ് പറയാം, ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല, നിങ്ങൾ ഇനി എന്താ വെച്ചാൽ കാണിച്ചോളി, ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് മുഴുവൻ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇനി പ്രാർത്ഥിക്കല്ലാതൊരു വഴിയില്ല. അപ്പോഴാവും അമ്മായി, എളാമ, മൂത്തമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ വന്നിട്ട്, മോളെ തങ്ങളെടുത്ത് കൊണ്ടുപോയിക്കുക, ആ ബീവിൻ്റെ അടുത്ത് കൊണ്ടുപോയിക്കുക. ഏതായാലും മെഡിക്കൽ സയൻസ് കൈയൊഴിഞ്ഞല്ലേ, ഇനി വരുന്നോടത്ത് വെച്ച് കാണാം, ഒന്ന് കെട്ടിയോക്ക എന്ന് പറഞ്ഞൊരു ഏലസ് കെട്ടിയാൽ മൻ അല്ലക തമീമതൻ ഫഖദ് അശ്റക, ശിർക്ക് സംഭവിച്ചു എന്നാണ്. പ്രതിസന്ധികൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാവും ജീവിതത്തിൽ. അവിടെ ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ, എനിക്ക് എൻ്റെ റബ്ബ് മതി. അവസാന മിനിറ്റ് വരെ അള്ളാഹു നോക്കും. അവസാനത്തെ മിനിറ്റ് ചരിത്രത്തിൽ നോക്കി നിങ്ങൾ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ കൽപ്പിച്ചു. നാട്ടുകാർ മുഴുവൻ വിറക് കൊണ്ടുവന്നു, വലിയ വിറക് കൂമ്പാരമാക്കി. അള്ളാൻ്റെ സഹായം എത്തണില്ല. ആ വിറക് കൂമ്പാരം ആളിക്കത്തിച്ചു, അള്ളാൻ്റെ സഹായം എത്തിയിട്ടില്ല. ആളിക്കത്തിച്ച വിറക് കുമ്പാരത്തിൻ്റെ തീയിലേക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞു. ആ സമയത്ത് ആയത്തിറങ്ങുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, തീയെ ഇബ്രാഹിമിന് തണുപ്പായി കൊടുക്കണം. അല്ലാഹ് ഉണ്ടാവും, അത് മതി നമുക്ക്. അവസാനത്തെ മിനിറ്റ് വരെ എനിക്കെൻ്റെ റബ്ബ് മതി എന്ന് പറഞ്ഞുറച്ചു നിൽക്കാൻ
നിങ്ങൾക്കാ കഴിയേണ്ടത്. ഒരു വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗം ആ വീട്ടിലെ സ്ത്രീയാണ്. ഭർത്താവിന് ധൈര്യം കൊടുക്കാൻ, മക്കൾക്ക് ധൈര്യം കൊടുക്കാൻ. പലപ്പോഴും നേരെ തിരിച്ചുണ്ടാകുക, നിങ്ങളിങ്ങനെ ഇത് സലഫിയ എന്ന് പറഞ്ഞ് നടന്നോളി, നമ്മളെ മോനെ ആകെ കുടുങ്ങി കിടക്കുക, അങ്ങോട്ട് കൊണ്ടുപോയി വെക്കുക. അവിടെ ഉറച്ചു നിൽക്കണം. ഇതെൻ്റെ റബ്ബിൻ്റെ തീരുമാനമാണ്. പ്രയാസങ്ങൾ ഉണ്ടാകും, പരീക്ഷണങ്ങൾ ഉണ്ടാകും. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. സ്വത്തുക്കളിലുള്ള നഷ്ടം, മക്കളിലുള്ള നഷ്ടം, മരണം, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, സാമ്പത്തിക എല്ലാം കൊണ്ടും നിങ്ങളെ പരീക്ഷിക്കും. വബശ്ശിരിസ് സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. അപ്പോൾ പരീക്ഷണം ഉണ്ടാവും, ഉറപ്പാണ്. എത്ര കണ്ട് വിശ്വാസം നന്നാക്കുന്നുവോ അത്ര കണ്ട് ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ പരീക്ഷിക്കുക അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത അമ്പിയാക്കളെയാണ്. സുമ്മൽ അംസൽ, പിന്നീട് അതിനോടടുത്തത്. എത്ര കണ്ട് ഈമാൻ കൂടുന്നോ അത്ര കണ്ട് പരീക്ഷണങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ എത്രത്തോളം എന്ന് വെച്ചാൽ റസൂലുള്ള പറയുന്നുണ്ട്, പരീക്ഷിച്ച് പരീക്ഷിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഒരു പാപം പോലും ഇല്ലാത്ത രീതിയിൽ അള്ളാഹ് പരീക്ഷിക്കും. ഓരോ പരീക്ഷണവും ക്ഷമിച്ചു. അപ്പോൾ പാപങ്ങൾ ഇങ്ങനെ പുറത്തെടുത്ത് ഒരു പാപം പോലും ഇല്ലാത്ത രീതിയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ ചിലപ്പോൾ അള്ളാഹ് പരീക്ഷിക്കും. അവിടെ ഉണ്ട് ഉറച്ചു നിൽക്കാൻ കഴിയണം. ഹാജറ ബീവി നിന്ന മാതിരി, ആസിയ ബീവി നിന്ന മാതിരി, ഇബ്രാഹിം നബി അലൈഹി സ്വലാം നിന്ന മാതിരി. നോക്കൂ നിങ്ങൾ, ചരിത്രത്തിൽ എത്രയെത്ര രംഗങ്ങളാ. ഇന്ന് ആളുകൾ പ്രതിസന്ധി പ്രയാസമൊക്കെ വരുമ്പോൾ ദീന് വിട്ട് പായാണ്. തങ്ങന്മാരിലേക്ക്, മക്ബറകളിലേക്ക്, പുണ്യപുഷ്പങ്ങളിലേക്ക്, പുണ്യമരങ്ങളിലേക്ക് അവരിങ്ങനെ യാത്ര പോവാണ്. എവിടുന്നെങ്കിലും ഒരു സമാധാനം കിട്ടിയെങ്കിൽ എന്നന്വേഷിച്ച് പോവുകയാണ്. പക്ഷെ കിട്ടൂല. അള്ളാഹുവാണ് തരേണ്ടത് ഇതിൻ്റെ പ്രതിവിധി. അത് നമ്മൾ തീരുമാനിക്കണം. എനിക്ക് ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളും നൽകിയ എൻ്റെ റബ്ബുണ്ടല്ലോ, ആ റബ്ബ് തന്നെയാണ് ഈ പ്രയാസങ്ങളിൽ, ഈ പ്രതിസന്ധികളിൽ എനിക്കുള്ള പരിഹാരമെന്ന് എപ്പോൾ നമ്മൾ തീരുമാനിക്കുന്നുവോ അവിടെ അള്ളാൻ്റെ സഹായം ഉണ്ടാകും. ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. മഹാനായ മൂസാ നബി അലൈഹി സ്വലാം ഫിറോൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു ഓടുക. എങ്ങോട്ടാണ് ഓടുന്നത്? കടലിൻ്റെ നേരെയാണ് ഓടുന്നത്. ചോദ്യം വന്നിട്ടുണ്ടാവും പിറകുന്ന്, എങ്ങട്ടാ ഫിറോനെ ഓടുന്നത്? എന്താ ചോദിച്ചത്? എങ്ങട്ടാ ഫിറോനെ ഓടുന്നത് ചോദിച്ചിട്ടുണ്ടാകും. കടലിൻ്റെ മുമ്പിലെത്തി. ആർത്തലച്ചു വരുന്ന തിരമാലയുണ്ട് മുമ്പിൽ, പിറകിൽ ഫിർഔനിന്റെ സൈന്യം ഓടി വരുന്നുണ്ട്. കുടുങ്ങി മൂസ, കുടുങ്ങി, ഇനിയൊന്നും ചെയ്യാല്ല. അള്ളാഹ് പറഞ്ഞ് കടലിലാണ്ട് അടിക്കാൻ. കടലിങ്ങനെ പിളർത്തി കൊടുത്തു. പരിശുദ്ധ ഖുർആനിൽ കാണാം, ഉണങ്ങിയ വഴി ഉണ്ടായിന്ന കടൽ പിളർത്തി കൊടുത്തിട്ട് അള്ളാഹ് ഉണ്ടാക്കിയത് ചളിയും വെള്ളമുള്ള വഴിയല്ല, ഉണങ്ങിയ വഴി ഉണ്ടാക്കി കൊടുത്തു. സുബ്ഹാനല്ലാഹ്. ഈ അള്ളാഹ്ക്കാണോ നമ്മളെ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ കഴിയാത്തത്? ഈ അള്ളാഹുവിനാണോ നമ്മുടെ പ്രയാസങ്ങളിൽ ഒരു പ്രതിവിധി കാണിച്ചു തരാൻ കഴിയാത്തത്? ഈ അള്ളാഹുവിനെയാണോ നമ്മൾ സംശയിക്കുന്നത്? എൻ്റെ പ്രശ്നങ്ങൾക്കും എൻ്റെ പരിഹാരങ്ങൾക്കും ഒരു ഉത്തരം തരാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ഒരുപാട് മറ്റ് കേന്ദ്രങ്ങളിലേക്ക് പായുന്നത് ഈ അള്ളാഹിനെ വിട്ടിട്ടാണോ നമ്മൾ? ആലോചിക്കണം നമ്മൾ. അള്ളാഹ്ക്ക് കഴിയും ഏത് പ്രയാസങ്ങളിലും പ്രതിസന്ധിയിലും നമ്മെ രക്ഷപ്പെടുത്താൻ. പക്ഷെ അതിനെന്ത് വേണമെന്നറിയോ? അള്ളാഹു എൻ്റെ കൂടെ ഉണ്ടാകണമെങ്കിൽ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ജീവിക്കണം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയാണ്. ഒട്ടകപ്പുറത്തിരുത്തി റസൂലുള്ള കൊണ്ടുപോകുന്നുണ്ട് ആ കുട്ടിയെ. എന്നിട്ട് ആ കുട്ടിയോട് റസൂലുള്ള പറയുന്ന വാചകമുണ്ട്, മോനെ ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, നിന്നെ ഞാൻ ചില വാചകങ്ങൾ പഠിപ്പിച്ചു തരാം, നിന്നെ ഞാൻ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം. ആ വാചകങ്ങളുടെ പ്രത്യേകത എന്താ? അത് നിന്റെ ജീവിതത്തിൽ നീ പകർത്തിയാൽ പിന്നീട് നിനക്ക് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരില്ല. അത് നിന്റെ ജീവിതത്തിൻ്റെ ആധാരശിലയായി നീ തീരുമാനിച്ചാൽ നിനക്ക് രക്ഷപ്പെടാൻ കഴിയും. എന്താണ് ആ വാചകങ്ങൾ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകുന്ന പ്രായത്തിൽ ഉള്ള ആ ചെറിയ കുട്ടിയോട് പറയാ, യഹ്ഫളില്ലാ യഹ്ഫളുക തജിദുഹു തുജാഹക. എന്താ പറഞ്ഞത്? യഹ്ഫളില്ലാ, പൊന്നുമോനെ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഹിഫ്ലാക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അല്ലേ, നമ്മളൊക്കെ മക്കളൊക്കെ ഹാഫിളുണ്ടാവും. ഹിഫ്ലാക്കുക, ഹാഫിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഹാഫിൾ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിനെ ഹൃദയത്തിൽ സംരക്ഷിക്കുന്ന മനുഷ്യൻ എന്നാണ് അർത്ഥം. പരിശുദ്ധ ഖുർആനെ സംരക്ഷിക്കുക, ഇവിടെ ഹൃദയത്തിൽ ഇങ്ങനെ സംരക്ഷിക്കുക. ഇവിടുത്തെ ഫാസിസ്റ്റ് ഗവൺമെൻറ് തീരുമാനിക്കുക ഇവിടുത്തെ ഖുർആൻ മുഴുവൻ നമ്മൾ നശിപ്പിക്കും തീരുമാനിച്ചാൽ 10 മിനിറ്റ് കൊണ്ട് അടുത്ത ഖുർആൻ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കും. അത്ര ആളുകൾ ഖുർആനിനെ ഹൃദയത്തിൽ സംരക്ഷിക്കുന്ന ആളുകളുണ്ട്. ഇവിടെ എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? യഹ്ഫളില്ലാ, നീ അള്ളാഹുവിനെ സംരക്ഷിക്കണം. യഹ്ഫളുക, അള്ളാഹു നിന്നെ സംരക്ഷിക്കുമെന്ന. ആലോചിച്ച് നോക്കി, അള്ളാഹുവിന് നമ്മൾ ആരെങ്കിലും സംരക്ഷണം ആവശ്യമുണ്ടോ? നമ്മൾ ആരുടെയെങ്കിലും സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹുക്ക് ആവശ്യമുണ്ടോ? മഹാനായ
ഷെയ്ഖ് ഹുസൈമിൻ റഹ്മുല്ല, ഷെയ്ഖ് സ്വാലിഹ് അൽ ഹുസൈമിൻ റഹ്മുല്ല ഈ ആയത്തിനെ ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ റിയാദുസ് സ്വാലിഹീനിൽ അദ്ദേഹം പറയുന്നുണ്ട്, വല്ലാഹു സുബ്ഹാനഹു വ തആല ലൈസ ബിഹാജത്തിൻ ഇലാ അഹദിൻ അൻ യഹ്ഫള. അല്ലാഹ്ക്ക് നിങ്ങൾ ആരുടെയും സംരക്ഷണം ആവശ്യമില്ല. പിന്നെ എന്താ വലാകിന്നൽ മുറാദ്, എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ഹിഫ്ളുദ്ദീനി വ ശരീഅതി, അല്ലാഹുവിൻ്റെ ദീനിനെ നിങ്ങൾ സംരക്ഷിക്കണം, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മതനിയമങ്ങളെ നിങ്ങൾ സംരക്ഷിക്കണം, എങ്കിൽ യഹ്ഫളുക, അള്ളാഹ് നിങ്ങളെ സംരക്ഷിക്കും. അപ്പോൾ പ്രയാസം പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ അള്ളാഹ് ഇടപെട്ടാലോ? പ്രയാസം പ്രതിസന്ധി രോഗങ്ങളും ബുദ്ധിമുട്ടും ഇടങ്ങറുണ്ടാകുമ്പോൾ അള്ളാഹു ഇടപെട്ടാലോ ആ പ്രയാസങ്ങൾ പരിഹരിച്ച് കിട്ടും. അള്ളാഹ് ഇടപെട്ടാൽ പരിഹരിക്കാൻ കഴിയാത്ത പ്രയാസം ഏതാണുള്ളത്? എന്തുകൊണ്ടാണ് അള്ളാഹ് ഇടപെടാത്തത്? യഹ്ഫളില്ല, അള്ളാഹിൻ്റെ ദീനിനെ നമ്മൾ വേണ്ട രീതിയിൽ സംരക്ഷിക്കുന്നില്ല. അപ്പം അള്ളാഹു നമ്മളെ സംരക്ഷിക്കണില്ല. അള്ളാന്റെ ദീൻ എത്ര കണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തുന്നുവോ അത്ര കണ്ട് യഹ്ഫളുക, അള്ളാഹു നിന്നെ സംരക്ഷിക്കും. അടുത്ത വാചകം എന്താ അറിയോ? പൊന്നുമോനെ ഇഹ്ഫളില്ലാ തജിദുഹു തുജാഹക. പ്രതിസന്ധിയുടെ നടുക്കടലിൽ നിൽക്കുമ്പോൾ അള്ളാനെ നിനക്ക് നിന്റെ മുമ്പിൽ കാണാൻ കഴിയും. എപ്പോ? ഇഹ്ഫളില്ലാ, അള്ളാന്റെ ദീന് സംരക്ഷിക്കുമ്പോൾ അതിൻ്റെ നമസ്കാരങ്ങൾ, അതിൻ്റെ ഇബാദത്തുകൾ, അതിൻ്റെ പ്രാർത്ഥനകൾ, അതിൻ്റെ ആരാധനകൾ, ദീനിൻ്റെ നിയമങ്ങൾ, ദീനിൻ്റെ ചിട്ടവട്ടങ്ങൾ, അതനുസരിച്ച് നിങ്ങൾ ജീവിക്കാൻ തയ്യാറുണ്ടോ? യഹ്ഫളുക, അല്ലാഹു സംരക്ഷിക്കും. തജിദുഹു തുജാഹക, അല്ലാഹു നിങ്ങളുടെ മുമ്പിൽ വരും. റസൂലുള്ളാഹി പറഞ്ഞത്. ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാത്ത സയ്യിദുന വ ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞുതരാം, അല്ലാഹു മുമ്പിൽ വരുന്നു. എന്തേ നമ്മളെ പ്രതിസന്ധിയിൽ അല്ലാഹ് വരാത്തത്? എന്തൊക്കെ പ്രശ്നമുണ്ട് നമുക്ക്? കുടുംബത്തിൽ പ്രശ്നമുണ്ട്, മക്കളിൽ പ്രശ്നമുണ്ട്, ഭർത്താവിൻ്റെ വിഷയത്തിൽ പ്രശ്നമുണ്ട്. എല്ലാ പ്രശ്നങ്ങളിലും അള്ളാഹു നമ്മുടെ മുമ്പിൽ വരേണ്ടിയിരുന്നു. എന്തുകൊണ്ട് വന്നില്ല? യഹ്ഫളുക, അള്ളാഹിനെ സൂക്ഷിച്ചില്ല, അള്ളാഹിൻ്റെ ദീന് സംരക്ഷിച്ചില്ല. അതുകൊണ്ട് അള്ളാഹിൻ്റെ ദീന് എത്ര കണ്ട് നമ്മൾ സംരക്ഷിക്കുവാൻ തയ്യാറാകുന്നുവോ അത്ര കണ്ട് അള്ളാഹ് നമ്മുടെ കൂടെ നിൽക്കും. നമ്മുടെ പ്രതിസന്ധികളിൽ അള്ളാഹു ഉണ്ടാവും. അതുകൊണ്ട് ആ ഒരു ബോധ്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പരിഹാരം. ഒന്നാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം ആ ഒരു ബോധ്യമുണ്ട്, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, അതുകൊണ്ട് ഞാൻ പേടിക്കേണ്ട ആളല്ല, മഹാനായ. അതിന് പക്ഷെ എന്ത് വേണമെന്നറിയോ? ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണം. അള്ളാഹുവിലേക്ക് ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, രോഗം വന്നാൽ പടച്ചോ മാറ്റിക്കോളൂ, അങ്ങനെയല്ല. നല്ല മരുന്ന് കുടിക്കണം, ഡോക്ടറെ കാണണം, മരുന്ന് കുടിക്കണം. തവക്കൽതു അലല്ലാഹ്, അള്ളാഹ് കൊടുക്കണം. പിന്നെ പേടിക്കണ്ട. അത് തലച്ചോറിന് ബാധിച്ചാലോ ആലോചിക്കണ്ടെന്നാണ് പറഞ്ഞത്. വാതിലടക്കിയ കുറ്റിയിടുക, തവക്കൽതു അലല്ലാഹ്. ആ വാതിൽ പൂട്ടുപൊളിച്ച് കള്ളം കയറിയാലോ ആലോചിക്കണ്ട. ഇന്നെക്കൊണ്ട് എന്താ ചെയ്യാനുള്ളത് ചെയ്യുക, എന്നിട്ട് റബ്ബ് കണ്ട് ഏൽപ്പിച്ചു കൊടുക്കുക. ഒറ്റ ചരിത്ര ആവശ്യത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുക. മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ഇങ്ങനെ പോവാണ്. ഹിജ്റ പോകാൻ ഒരുങ്ങുകയാണ്. ഹിജ്റ പോകാൻ ഒരുങ്ങുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്ന കുറേയേറെ കാര്യങ്ങളുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലും. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹുവിനോട് പറയും, ഹിജ്റ പോകാൻ അനുവാദം കിട്ടിയിട്ടുണ്ട്, റസൂലെ ഞാനും കൂടെ വരാം. വാഹനം ഏർപ്പാട് ചെയ്തു. ഭക്ഷണം എത്തിച്ചു തരാൻ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മകളെ ഏൽപ്പിച്ചു. വിവരങ്ങൾ എത്തിച്ചു തരാൻ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മകനെ ഏൽപ്പിച്ചു. നിറഗർഭിണിയായ അസ്മാ റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂലിനുള്ള ഭക്ഷണവുമായി യാത്രയായി. ദീനിൻ്റെ മാർഗത്തിൽ നമ്മുടെ മുൻഗാമികളായ മഹദികൾ ചെയ്ത ത്യാഗമാണ്. നിറഗർഭിണിയാണ് അവരെ വിട്ടിട്ട് അബൂബക്കർ റളിയല്ലാഹു പോണത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ഹിജ്റ പോയി. ഹിജ്റ പോകുമ്പോൾ റസൂലുള്ളാഹി ചെയ്യാനുള്ളതൊക്കെ ചെയ്തു. ഇവരുടെ കാൽപ്പാടുകൾ നോക്കിയിട്ട് ഇതാരെ കാലാന്ന് പറയാൻ അന്നത്തെ മക്കയിലെ ആൾക്കാർക്ക് കഴിയും. മണലിലാണല്ലോ, മണലിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇതാരെ കാൽപ്പാടാണ്, ഇത് ഇന്നാളെ കാൽപ്പാടാണെന്ന് അവർ പറയും. അത്രയ്ക്ക് കഴിവുള്ള ആൾക്കാരാ. ആ കാൽപ്പാടുകൾ മായ്ക്കാൻ റസൂലുള്ളാഹി എന്ത് ചെയ്തറിയോ? ആമിർ ഇബ്നു ഫുആറ എന്ന് പറയുന്ന ആട്ടിടയനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചു. ഇവരിങ്ങനെ ഭക്ഷണമായിട്ട് പോവും, വിവരങ്ങൾ എത്തിക്കാൻ വേണ്ടി പോവും. ഈ ആമിർ ഇബ്നു ഫുആറ ആട്ടും പറ്റിയായിട്ട് കൂടെ പോവും, തിരിച്ചവരെ കൂടെ തന്നെ പോരും. കാൽപ്പാടുകൾ കിട്ടൂല. അതിനുവേണ്ടി ചെയ്യാനുള്ള റസൂലുള്ളാഹി ചെയ്തു. വഴി കാണിച്ചു തരാൻ മുസ്ലിം അല്ലാത്തൊരു മനുഷ്യനെ ഏർപ്പാട് ചെയ്തു. പോകാൻ തീരുമാനിച്ച അന്ന് അലി റളിയല്ലാഹു അൻഹുവിനെ വിരിപ്പിൽ കിടത്തി. ശത്രുക്കൾ വീട് വളഞ്ഞു റസൂലുള്ളാഹിനെ കൊല്ലാൻ വേണ്ടി. അലിയാർ തങ്ങളെ വിരിപ്പിൽ കിടത്തി, പുതപ്പിട്ട് മൂടി, എന്നിട്ട് പുറത്തിറങ്ങി. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു തവക്കൽതു അലല്ലാഹ്. പിന്നെ റസൂൽ പേടിച്ചിട്ടില്ല. നമ്മളും അതേ ചെയ്യേണ്ടിയുള്ളൂ. നമ്മളൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾക്ക് എന്താണോ ചെയ്യാനുള്ളത്, ഈ ദീനിൽ നമ്മൾക്ക് പരിഹരിക്കാൻ എന്തൊക്കെയുണ്ടോ അത് പരിഹരിക്കുക. അത് പരിഹരിക്കുമ്പോൾ യഹ്ഫളുക, അങ്ങേ തലക്കെന്ന് നമ്മളെ പ്രശ്നം അല്ലാഹു പരിഹരിച്ചു തുടങ്ങും. ഈ ദീനിൽ നമ്മൾ പരിഹരിക്കേണ്ട കുറേ കാര്യമുണ്ട്.
അത് പരിഹരിക്കാൻ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടും പരിഹരിക്കാൻ കഴിയാത്ത നൂറുകണക്കിന് പ്രശ്നങ്ങൾ ഒരു തലക്കം നല്ല പരിഹരിച്ചു തുടങ്ങുന്നു. എന്തിനാ നമ്മൾ പേടിക്കണത്? റഹ്മാനായ റബ്ബിൽ നമ്മളെ കൂടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇറങ്ങി പുറപ്പെട്ടു. ഗുഹയിൽ ഒളിച്ചിരുന്നു. ശത്രുക്കൾ ഇങ്ങനെ ഗുഹൻ്റെ ചുറ്റും നടക്കാൻ തുടങ്ങി. സ്വന്തം കാലിൻ്റെ ചുവട്ടിലേക്ക് നോക്കിയാൽ റസൂലുള്ളാഹിനെ കാണാം. അവിടുന്ന് റസൂലുള്ളാഹി പറഞ്ഞൊരു വാചകമുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലെ ശത്രുക്കൾ വന്നാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെക്കുറിച്ച് ആലോചിച്ച് പേടില്ല, റസൂലുള്ളാഹിനെ കുറിച്ച് ആലോചിച്ചിട്ട് പേടിയാ. റസൂലെ ശത്രുക്കൾ എത്തിയിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി പറയാ, അബൂബക്കറെ ലാ തഹ്സൻ, പേടിക്കണ്ട അബൂബക്കറെ. എന്നിട്ട് റസൂല് പറഞ്ഞ വാക്ക്, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരശിലയാകണം. ജീവിതത്തിൽ എന്തും വരട്ടെ, രോഗമാകട്ടെ, പട്ടിണിയാകട്ടെ, പ്രയാസങ്ങളാകട്ടെ, ബുദ്ധിമുട്ടാകട്ടെ, അവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ള പറഞ്ഞ വാചകം നമ്മുടെ ജീവിതത്തിൽ വെളിച്ചമായിട്ടുണ്ടോ? ഒന്നും നമുക്ക് പ്രശ്നമില്ല. അബൂബക്കറെ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അബൂബക്കറെ, അല്ലാഹ് ഉണ്ടടാ നമ്മളെ കൂടെ. അല്ലാഹ് ഉള്ള ഒരു സംഘം, അല്ലാഹ് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്താ പേടിക്കേണ്ടത്? അതുകൊണ്ട് ഒന്നാമത്, നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വരുമ്പോഴും ഏത് പ്രയാസം വരുമ്പോഴും ആ പ്രതിസന്ധികൾക്ക് മുമ്പിൽ അള്ളാഹുവിനെ വിട്ട് ഒരു യാത്ര, അള്ളാഹിനെ വിട്ടു പോണ ഒരവസ്ഥ നമുക്കുണ്ടാകൂല എന്ന് നമ്മൾ ഉറപ്പിക്കണം. എനിക്കെൻ്റെ റബ്ബ് മതി. മഹദികളായ സുമയ്യ റളിയല്ലാഹു അൻഹ തീരുമാനിച്ചതുപോലെ, ഖദീജ അതുപോലെ തന്നെ ആസിയ റളിയല്ലാഹു അൻഹ തീരുമാനിച്ചതുപോലെ നമ്മൾക്കും തീരുമാനിക്കാൻ കഴിയും. എന്തും വന്നോട്ടെ, എനിക്കെൻ്റെ റബ്ബ് മതിയെന്ന്. അവിടെ അള്ളാഹിൻ്റെ സഹായം കൂടെ ഉണ്ടാകും. രണ്ടാമത്തെ കാര്യം, അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ അനുഗ്രഹങ്ങളിൽ നന്ദി കാണിക്കുന്ന ആളുകളാകാൻ നമുക്ക് കഴിയണം. നന്ദി കാണിക്കാൻ കഴിയണം. നോക്ക് നിങ്ങൾ, നമ്മളൊക്കെ പലപ്പോഴും നന്ദി കാണിക്കാൻ മറന്നു പോവുക. റബ്ബ് തന്ന നിഅമത്തുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നിന്ന് നിസ്കരിക്കുക. അപ്പോഴാ ചോദിക്കണ, റസൂലെ എന്തിനാ ഞങ്ങളെ കാലൊക്കെ നീര് വരുവോളം എങ്ങനെ നിസ്കരിക്കണത്? റസൂലുള്ള ഭാര്യമാരെ വിളിച്ചെടുത്ത് എഴുന്നേൽക്ക്, എന്നിട്ട് അവരും കൂടെ നിസ്കരിക്കുകയാണ്. പട്ടിണിയാണവര്. അന്ന് വൈകുന്നേരവും പട്ടിണിയോടെ കിടന്ന മനുഷ്യർ അവരാ പറയണത്, അഫല അകൂന അബ്ദൻ ശക്കൂറ, ഞാൻ എത്ര നന്ദി കാണിക്കണം, എൻ്റെ റബ്ബ് എനിക്ക് എത്രയാ നിഅമത്ത് തന്നത്. പക്ഷെ നമ്മളെ ആരാധനൻ്റെ അവസ്ഥ എന്താ? നമ്മളെ നിഅമത്തിൻ്റെ അവസ്ഥ എന്താ? അല്ലേ? നമ്മൾ ദുഹ്റിസ്കരിക്കൽ എപ്പോഴാ? എല്ലാ പണിയും കഴിഞ്ഞ്, ഞങ്ങളല്ലട്ടോ പറഞ്ഞത്, പലപ്പോഴും പലരും കാണുന്നതാണ്. എല്ലാ പണിയും കഴിഞ്ഞ് അസറിൻ്റെ സമയത്ത് നമ്മൾ കയറി ചെല്ലും. എന്നിട്ടൊരു നിസ്കാരമുണ്ട്. അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ നമുക്ക് കഴിഞ്ഞോ? അള്ളാഹ് തന്ന നിഅമത്തിലാണ് നമ്മൾ ജീവിക്കണത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നന്ദി കാണിക്കാൻ കഴിഞ്ഞോ നമുക്ക്? റസൂലുള്ള പട്ടിണി കിടക്കണ റസൂല് രാത്രി നിന്ന് നിസ്കരിക്കുക. അദ്ദേഹത്തിൻ്റെ കൂടെ പട്ടിണി കിടന്ന ഭാര്യ രാത്രി നിന്ന് നിസ്കരിക്കുകയാണ്. നമ്മുടെ ഉമ്മമാര് രാത്രി നിസ്കരിക്കുകയാണ്, പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടും, അല്ലേ? എന്നിട്ട് ഹയ്യാല സ്വലാത്ത്, രാത്രി നിസ്കാരം അടക്കട്ടെ, ഹയ്യാല സ്വലാത്ത് ഹയ്യാലൽ ഫലാഹ് അസ്വലാത്തു ഖൈറും മിനൻ നൗം. ഉറങ്ങല്ലട്ടോ, ഉറക്കിനേക്കാൾ ഉത്തമം നമസ്കാരമാണെന്ന് പറയുമ്പോൾ നമ്മളെ ഭർത്താവ് അങ്ങേപ്പുറത്ത് കിടന്നുറങ്ങുക, നമ്മൾ ഇങ്ങേപ്പുറത്തും കിടന്നുറങ്ങുക. എവിടെ നമ്മൾ നന്ദി കാണിച്ചത്? എവിടെയാണ് അള്ളാഹുവിനോട് നമ്മൾ നന്ദി കാണിച്ചിട്ടുള്ളത്? അവിടെ എഴുന്നേൽക്കാൻ, എനിക്കെൻ്റെ റബ്ബ് എത്രയാ നിഅമത്ത് തന്നത് എന്ന ബോധ്യത്തിൽ എഴുന്നേറ്റ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇബാദത്തുകൾ നിർവഹിക്കാൻ നമുക്ക് കഴിഞ്ഞൂണെന്ന് ആലോചിക്കണം. എത്ര ഗൗരവമുണ്ട് നിസ്കാരത്തിൻ്റെ കാര്യം. ആരാധനകൾ കൃത്യമാക്കണം, എല്ലാ ആരാധനകളും, പ്രത്യേകിച്ച് നിസ്കാരം. ആലോചിക്കുക, അവർക്ക് നിസ്കരിക്കാനുള്ള ഒരു മിനിറ്റ് ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര കഴിഞ്ഞു എന്ന് പറയും, ഖുർറത്ത് ഐനി ഫിസ്സലാ, ബിലാലെ ബാങ്ക് കൊടുക്കും, ബിലാലെ സമയമായില്ലേ, ഇക്കാമത്ത് കൊടുത്തുവിട്, ഞാൻ എൻ്റെ നിസ്കാരം കൊണ്ട് എൻ്റെ മനസ്സിനൊരു കുളിർമ കൊടുക്കട്ടെ എന്നാ. നമുക്കെന്താ നമ്മൾ പറയാ, ഈ മൊയ്ലിയാർക്ക് വേറെ പണിയൊന്നും ഇല്ല, അടുത്ത് ബാങ്ക് കൊടുത്തു അല്ലേ? ഈ ഒരു ശൈലിയെ നമ്മൾ അത് മാറ്റണം. ബാങ്ക്, ഈ നമസ്കാരം അള്ളാഹുവിലേക്ക് അടുക്കാൻ അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ മാർഗങ്ങളാണെന്ന് തിരിച്ചറിയണം. അതിനോട് നല്ല ഒരു താല്പര്യം ഉണ്ടാകണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗം ബാധിച്ച് കിടക്കുക. മരിക്കണതിൻ്റെ തൊട്ട് മുമ്പ്, നോർമലി വ്യാഴാഴ്ചയാണെന്ന് തോന്നുന്നുണ്ട്, റസൂലുള്ള പള്ളിയിലേക്ക് വന്നു, അല്ലെങ്കിൽ വെള്ളിയാഴ്ചയാണ്. റസൂലുള്ള പള്ളിയിലേക്ക് വന്നു, മഗ്രിബിന് ജനങ്ങളുടെ കൂടെ നമസ്കരിച്ചു. ജനങ്ങളിങ്ങനെ കാത്തുക്കുക, ഇശാന് റസൂൽ വരുന്നു വിചാരിച്ചിട്ട്. റസൂലുള്ളാഹിൻ്റെ ബോധം പോയിണ്, അത്ര വലിയ പനിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബോധം പോയി കിടക്കുക. സഹാബികൾ വന്നു, റസൂലുള്ളാഹിൻ്റെ തലയിലൂടെ വെള്ളം കോരി ഒഴിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ഒന്നാമത്തെ ചോദ്യം എന്താ അറിയോ? അസ്വല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ? ജനങ്ങൾ നിസ്കരിച്ചോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറഞ്ഞു, ലാ ഹും യൻതളിറൂനക, ഇല്ല റസൂലേ, അങ്ങയെ കാത്തിരിക്കുന്നുണ്ട്. റസൂലെ, അങ്ങയെ കാത്തിരിക്കുന്നുണ്ട്, നമസ്കരിച്ചിട്ടില്ല.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എനിക്ക് നിസ്കരിക്കാൻ പോകണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളെല്ലാ പണിയും കഴിഞ്ഞിട്ടെല്ലാം നിസ്കരിക്കാൻ നിൽക്കൽ. റസൂലുള്ള പറയാം പനിച്ച് വിറച്ച് കിടക്കുമ്പോൾ എനിക്ക് നിസ്കരിക്കാൻ പോകണം. 2 സഹാബിമാരുടെ ചുമലിൽ തൂങ്ങി പോകാൻ കഴിഞ്ഞില്ല റസൂലുള്ളാഹിക്ക്. ബോധം കെട്ടു, വീണ്ടും വെള്ളം പാർന്നു, വീണ്ടും റസൂലുള്ളാഹിന്റെ ചോദ്യം ആവർത്തിച്ചു, വീണ്ടും പോകാൻ ശ്രമിച്ചു, കഴിയണില്ല. മരിക്കണത് തിങ്കളാഴ്ച ദിവസമാണ്. ആ തിങ്കളാഴ്ച ആയിഷ റളിയല്ലാഹു അൻഹയുടെ മാറിൽ തലവെച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട് റസൂല്. ആകാശത്തേക്ക് കൈകൾ ഉയർത്തി ഇലർ റഫീഖിൽ അഅ്ലാ, ഉന്നതരായ കൂട്ടുകാരിലേക്ക് മടങ്ങാണെന്ന് പറഞ്ഞിട്ട് അള്ളാഹു റസൂൽ ഇങ്ങനെ കൈ താഴ്ന്നി ഷഹാദത്ത് കലിമ ചൊല്ലി റസൂലുള്ളാഹി മരണപ്പെട്ടു. ഹദീസിൽ കാണാം, അതിൻ്റെ തൊട്ടുമുമ്പ് പറഞ്ഞ വാചകം എന്താ അറിയോ? അസ്വല്ല നിസ്കാരമുണ്ട്. നമ്മളവസ്ഥ എന്താ ആലോചിച്ചാൽ മതി. നമ്മൾ നന്ദി കാണിക്കണില്ല എന്നാണ് പറഞ്ഞത്. അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന മനുഷ്യരായി ജീവിക്കുവാൻ നമ്മൾക്ക് കഴിഞ്ഞാൽ അള്ളാഹ് തന്ന നിഅമത്താണ്. എൻ്റെ ഒരു എളാമുണ്ട്, ഉമ്മാൻ്റെ അനിയത്തി. അവർ മൂത്രമൊഴിക്കാൻ കയറിയാൽ അരമണിക്കൂർ എടുക്കും. ഞങ്ങളെ വീട്ടിലൊക്കെ വന്നാൽ അരമണിക്കൂറാണ് മൂത്രമൊഴിക്കാൻ കയറിയത്. അപ്പോൾ നമുക്ക് അറിയില്ലല്ലോ എന്താ അവസ്ഥ എന്ന്. അവർക്ക് എന്തോ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞൊക്കെ ഞങ്ങൾക്ക് അറിയാം. ഒരു ദിവസം ഞാൻ എൻ്റെ ഉമ്മാനോട് ചോദിച്ചു, അല്ല ഉമ്മ എന്താ ഇങ്ങനെ എത്ര നേരം താമസിക്കണവർ? അപ്പം ഉമ്മ പറഞ്ഞെന്താ അറിയോ? അവർക്ക് നേരിട്ട് മൂത്രമൊഴിക്കാൻ കഴിയില്ല. അവരുടെ അവരുടെ കയ്യിൽ എപ്പോഴും ഒരു ബാഗ് ഉണ്ടാവും. ബാത്റൂമിൽ പോകുമ്പോഴും അത് അവർ കൈ വെക്കും. അതിൽ ഒരു കുഴലുണ്ട്, ആ കുഴൽ മൂത്രസഞ്ചിയിലേക്ക് ഘടിപ്പിച്ചിട്ട് അതിൻ്റെ അറ്റത്തൊരു സഞ്ചിയുണ്ട്, ആ സഞ്ചിയിലേക്കാണ് ഒരു മൂത്രമൊഴിക്കുക. ആ കുഴലിലൂടെ ഇങ്ങനെ സഞ്ചിയിലേക്ക് മൂത്രം ഇറ്റ് വീഴും. അതിനൊരു അരമണിക്കൂർ എടുക്കും. മൂത്രമൊഴിക്കാൻ മുട്ടിയാലും ഇതിങ്ങനെ ആക്കും പോലെ ആ സഞ്ചിയിലേക്ക് വന്ന് നിറയും. എന്നിട്ട് ആ സഞ്ചി കഴുകി വൃത്തിയാക്കി ഇതിക്ക് മടക്കി വെക്കുമ്പോൾ ഇതിന് അരമണിക്കൂർ കൈയാണ്. നമ്മൾ എന്നിട്ട് പറയാം, നമ്മളെന്താ പറഞ്ഞത്? അള്ളക്ക് എന്താ തന്നത്? നമ്മൾ ചോദിക്കണ ചോദ്യമാണ് അല്ലേ? അള്ള തന്ന അനുഗ്രഹങ്ങൾ എണ്ണിയാൽ തീരൂല. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം, അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ, അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ്. നമുക്ക് എല്ലാ റബ്ബ് തന്നു, ഒരു ദീനുള്ള ഒരു കുടുംബം തന്നു. ഈ ദീനിൻ്റെ ഈ ഒരു സാഹചര്യത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു. എത്ര പെണ്ണുങ്ങളുണ്ട് ഈ സമയത്ത് ദീനൊന്നും കേൾക്കാതെ ആ സോഷ്യൽ മീഡിയയിലും അങ്ങാടികളിലും നിരങ്ങുന്ന മനുഷ്യന്മാർ? നമ്മളിവിടെ ഇരിക്കണില്ലേ, കേൾക്കണില്ലേ, അറിയണില്ലേ? അള്ളാൻ്റെ നിഅമത്താണ്, അള്ള തന്ന തൗഫീഖ. ഇത് അള്ള തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എവിടെ ആയിരിക്കും ഇപ്പം ഉണ്ടാകുക? ആ തന്ന നിഅമത്തുകൾക്ക് നന്ദി കാണിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നമ്മളെ മുൻഗാമികളിൽ മാതൃക ഉണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹു എല്ലാ കാര്യത്തിലും റസൂലുള്ളാഹിനെ സഹായിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു പറഞ്ഞൊരു വാചകം കാണാം, എനിക്ക് റസൂലുള്ളാഹിന്റെ ഭാര്യമാരിൽ ഏറ്റവും അസൂയ തോന്നിയത് ഖദീജ റളിയല്ലാഹു അൻഹയോടാണ്. ഞാൻ അവരെ കണ്ടിട്ടില്ല, പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ അസൂയ തോന്നിയത് അവരോടാണ്. എന്താ കാരണം എന്നറിയോ? റസൂൽ ഇടക്കിടക്ക് പറയും ഇൻ്റെ ഖദീജ. ഒരു ദിവസം ദേഷ്യം വന്നപ്പോൾ ഞാൻ റസൂലിനോട്, ഐഷർലാന്നെ റിപ്പോർട്ട് ചെയ്യണ ഭാഗം, ഞാൻ റസൂലിനോട് ചോദിച്ചു, നബിയെ നിങ്ങളെന്തിനാ കിഴവിയെക്കുറിച്ച് ഇങ്ങനെ പറയണത്? ഒരു പ്രായമുള്ള പെണ്ണല്ല അത്, ഇത്ര പ്രായമുണ്ട്, നിങ്ങളെങ്ങാട്ടി പ്രായമില്ലേ? നിങ്ങൾക്ക് കന്യകയായ സൗന്ദര്യമുള്ള ചെറുപ്പക്കാരത്തിയായ ഇന്നെ നിങ്ങൾക്ക് തന്നിട്ടില്ലേ? എന്നിട്ട് പിന്നെ എന്നെക്കാട്ടി ഇങ്ങനെ എൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ പുകഴ്ത്തി പറയണത് എന്തിനാന്ന് ചോദിക്കണ ഒരു ഘട്ടമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയാ, ഇല്ല ആയിഷ, അതാണ് നല്ല ഭാര്യയാകാൻ. നല്ല ഭാര്യ എങ്ങനെയായിരിക്കണം, അതിന് മാതൃകയാണ് നമ്മുടെ മഹദികൾ, മുൻഗാമികളായ നമ്മുടെ മഹദികൾ. ഖദീജ റളിയല്ലാഹുവിനെ കുറിച്ച് റസൂൽ പറയാ, ഇല്ല ആയിഷ, ഇല്ല, ഖദീജയേക്കാൾ നല്ലതൊന്ന് റസൂലുള്ളാഹി എനിക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയിട്ടില്ല. ജനങ്ങൾ എന്നെ കള്ളനാക്കി ആയിഷ, ഞാൻ കളവ് പറയുന്നവനായി, ആളുകൾക്ക് മുമ്പിൽ അൽ അമീനായി ജീവിച്ച എന്നെ കദ്ദാബ് എന്ന് പറഞ്ഞു, മജ്നൂൻ എന്ന് പറഞ്ഞു, സാഹിർ എന്ന് പറഞ്ഞു, ഷാഹിർ എന്ന് പറഞ്ഞു, കവിയാണെന്ന് പറഞ്ഞു, മാരണക്കാരനാണെന്ന് പറഞ്ഞു, ഭ്രാന്തനാണെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ എന്നെ ചേർത്ത് നിർത്തി എൻ്റെ ഖദീജ. ജനങ്ങൾ എന്നെ കള്ളനാക്കിയപ്പോൾ അവൾ എന്നിൽ വിശ്വസിച്ചു. ജനങ്ങൾ എന്നെ ഉപദ്രവിച്ചപ്പോൾ അവൾ എന്നെ ചേർത്ത് പിടിച്ചു. ജനങ്ങൾ എന്നെ തള്ളിപ്പറഞ്ഞപ്പോ അവൾ എന്നിലേക്ക് ഇങ്ങോട്ട് വന്നു. അവളുടെ ധനം മുഴുവൻ അവൾ എനിക്ക് നൽകി. അവൾ എന്നെ അത്രക്ക് സംരക്ഷിച്ചു ആയിഷ. അവളെപ്പോലെ ഒന്നിനെ എനിക്കിനി റബ്ബ് തരില്ല. പറയാൻ കഴിയുമോ നമ്മളെ ഭർത്താവിനെ നമ്മളെ കുറിച്ച്? അങ്ങനെ ആലോചിച്ചാൽ തിരിച്ചുകൊണ്ട് കേട്ടോ. ഓലോടെ ഇല്ലാത്തതുകൊണ്ട് പോലോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ. നിങ്ങൾ വിചാരിക്കുന്നത് എന്താ നമ്മളോട് മാത്രം പറഞ്ഞതെന്ന്? ഓലോട് പറയാൻ അവിടെ പോലില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ നമുക്ക് മാതൃകയാണ്. ഖദീജ റളിയല്ലാഹു നമുക്ക് മാതൃകയാണ്. കല്യാണം കഴിഞ്ഞ രാത്രി അബൂജഹൽ ഇങ്ങനെ പറഞ്ഞതായിട്ട് ഖദീജ റളിയല്ലാഹുവിന് അറിയണം. അബൂജഹൽ പറയാണ്, ഈ ഖദീജ എത്ര സൗന്ദര്യമുള്ള, എത്ര ധനമുള്ള പെണ്ണ. അവർക്ക് ഈ ഒരു ധനമില്ലാത്ത അനാഥനായ ആട് മേയിച്ച് നടക്കണ മുഹമ്മദിനെ കിട്ടിയത്. നമ്മളൊക്കെ ഇവിടെ ഇല്ലേനോ? നല്ല ആരോഗ്യമുള്ള ധനമുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടായിട്ട് അവരെയാണോ കിട്ടിയത് ചോദിക്കുന്നുണ്ട്. ഖദീജ റളിയല്ലാഹു ചെയ്താൽ എന്താ അറിയോ? അന്ന് അടുത്ത ദിവസം രാത്രി എല്ലാവരെയും വിരുന്നിന് വിളിച്ചു.
കല്യാണത്തിന് വിരുന്നുണ്ടാവുമല്ലോ, എല്ലാവരും വിരുന്നിന് വിളിച്ചു. എല്ലാവരും വന്നു. എന്നോട് പറഞ്ഞു, ഞാനിതാ എൻ്റെ സമ്പത്ത് മുഴുവൻ മുഹമ്മദിന് കൊടുത്തിട്ടുണ്ട്. ഇനി അവൻ സമ്പത്തില്ലാത്തവനല്ല, അവനാണ് പണക്കാരൻ, ഞാനാണ് പാവപ്പെട്ടവൾ. റസൂലുള്ളാഹിനെ സംരക്ഷിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ തോന്നി. നമ്മളാണ് എന്താ പറയുക, ഇയാൾക്ക് എന്തോ ചെറിയ തലക്കസുഖം കുടിക്കുന്നു, അടുത്ത കുടുംബക്കാരെ മുഴുവൻ വിളിച്ചെടുത്തും കൊണ്ടുപോകുന്നിടത്ത് കൊണ്ടുപോകും അല്ലേ. ഇവരെന്താ ചെയ്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പോയി. എങ്ങനെ പോയത്? ഭക്ഷണത്തിൻ്റെ സമയമാവുമ്പോൾ അവർ റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് ചെന്നു. 642 മീറ്റർ ഉയരണ്ട് ആ ഗുഹ എന്നാണ്. 1.5 മണിക്കൂർ വേണം സ്റ്റെപ്പ് ഉണ്ടാക്കി. ഈ കാലഘട്ടത്തിൽ നല്ല ആരോഗ്യമുള്ള ഒരാൾക്കായി കയറി ഇറങ്ങാൻ. 55 വയസ്സുള്ള ഒരു ഉമ്മ എല്ലാ ദിവസവും ഭക്ഷണമായിട്ട് അത് കയറി ഇറങ്ങിയെങ്കിൽ അവർ റസൂലുള്ളാഹിനെ എത്ര സ്നേഹിച്ചിട്ടുണ്ടാവും അല്ലേ. നമ്മളാണ് എന്താ പറയാന്ന് ആലോചിച്ചാൽ മതി. പേടിച്ച് വിറച്ചു. ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കണ്ടു, പേടിച്ച് വിറച്ചോടി വന്നു. സമ്മിലൂനി യാ ഖദീജ, എന്നെ പുതപ്പിട്ടുകൊണ്ടാ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. നമ്മളെന്താ പറയാ, നമ്മളാലോചിച്ചാൽ മതി. നിങ്ങൾക്ക് അല്ലെങ്കിലും അങ്ങനെ തന്നെ വേണമെന്ന് അറിയില്ലേ. അപ്പം എന്ത് ചെയ്തു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ അങ്ങനെ ചേർത്തണ്ട് പിടിച്ചു. പുതപ്പിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വേദനിപ്പിക്കൂല, നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്ന ആളാണ്, നിങ്ങൾ നല്ല മനുഷ്യനാണ്, നിങ്ങൾ അല്ലാഹു വേദനിപ്പിക്കൂല. ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു, സാന്ത്വനത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു. പ്രയാസങ്ങൾ ഉണ്ടാകും, നമ്മുടെയൊക്കെ പ്രിയതമന്മാർ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഘട്ടമുണ്ടാവും. ചേർത്ത് പിടിക്കാൻ നമ്മുടെ മുൻഗാമികൾ നമുക്ക് മാതൃകയാണ്. നല്ല ഭർത്താവാകേണ്ടത് എങ്ങനെ? റസൂലുള്ളാഹിയിൽ മാതൃകയുണ്ട്. നല്ല ഭാര്യമാരാകേണ്ടത് എങ്ങനെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ മാതൃകയുണ്ട്. ഒരു വാക്ക് പറയുന്നത് പോലും ചിലപ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാക്കും, ചെറിയ വാക്ക് പോലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഖദീജ ആയിഷ റളിയല്ലാഹുവിനോട് പറയുന്നുണ്ട്. അത് ഇവിടെയുള്ള ആണുങ്ങൾ കൂടി മനസ്സിലാക്കേണ്ട സംഗതി, പക്ഷേ ഇവിടെ ആളില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹുവിനോട് പറയാം, ആയിഷ, നീ എന്നോട് ദേഷ്യം പിടിക്കണ സമയവും നീ എന്നോട് ഇഷ്ടമുള്ള കൂടുതൽ ഇഷ്ടമുള്ള സമയവും എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നു, നിന്റെ സംസാരത്തിൽ നിൽക്കുക മനസ്സിലാവുന്നു. അപ്പോൾ ആയിഷ റളിയല്ലാഹു ചോദിച്ചാൽ അതെങ്ങനെ റസൂൽ ഞങ്ങൾക്ക് മനസ്സിലാകുക? അപ്പോൾ ആയിഷ റളിയല്ലാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുക, ആയിഷ, നീ എന്നോട് കുറച്ചൊരു ദേഷ്യമുള്ള സമയമാണെങ്കിൽ നീ പറയും വറബ്ബുൽ ഇബ്രാഹിം, ഇബ്രാഹിമിൻ്റെ റബ്ബാണ് സത്യം എന്ന് പറയും. എന്നോട് ഭയങ്കര ഇഷ്ടമുള്ള സമയമാണ് വറബ്ബു മുഹമ്മദ്, മുഹമ്മദിൻ്റെ റബ്ബാണ് സത്യം എന്ന് പറയും. അങ്ങനെ തന്നെ അല്ലേ ചോദിച്ചു. അപ്പോൾ ആയിഷ റളിയല്ലാഹു പറയാം, ആ സത്യമാണല്ലോ നബി. അങ്ങനെ തന്നെയാണ്. ഒരു വാക്ക് പോലും നമ്മളെ ചില ആൾക്കാരെ വേദനിപ്പിക്കും. അതുകൊണ്ട് നമ്മൾ പറയുന്ന വാക്കുകൾ സൂക്ഷിക്കണം, സംസാരങ്ങൾ സൂക്ഷിക്കണം. നല്ല സംസാരത്തിൻ്റെ ഉപമയും ഉദാഹരണവും ആ ഭാര്യമാരിലുണ്ട്. എങ്ങനെ നമ്മൾ സംസാരിക്കേണ്ടത്, നല്ല സംസാരത്തിൻ്റെ ഉദാഹരണം അവരിലുണ്ട്. ആയിഷ റളിയല്ലാഹുവിനോട് ഒരു രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹുവിനക്ക് ഓരി കിട്ടിയ ഒരു ദിവസം, റസൂലുള്ളാഹിൻ്റെ ഭാര്യമാർക്കിടയിൽ ആയിഷ റളിയല്ലാഹുവിനക്കുള്ളൊരു ദിവസം, ആയിഷ റളിയല്ലാഹുവിനോട് റസൂലുള്ളാഹി ചോദിക്കുക, ആയിഷ എന്നൊന്ന് വിടുമോ, ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ നമസ്കാരം നിർവഹിച്ച് ഇന്ന് രാത്രി അള്ളാഹിൻ്റെ മുമ്പിൽ ഇരിക്കട്ടെ. നല്ല സംസാരം എങ്ങനെയായിരിക്കണം പണ്ഡിതന്മാർ പറഞ്ഞുതരും. ആയിഷ റളിയല്ലാഹുവിൻ്റെ മറുപടി എന്താ പറയുക? ആയിഷ റളിയല്ലാഹു പറഞ്ഞു, റസൂലേ, നിങ്ങൾ എൻ്റെ കൂടെ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. ഒന്ന് പറയാനുള്ളത് അവിടെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ, പറയാനുള്ളത് കൃത്യമായിട്ട് അവിടെ പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. രണ്ടാമത്തെ വാചകം, എന്നാൽ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതെൻ്റെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് എന്താ ഇഷ്ടം അതിൻ്റെ ഇഷ്ടമാണ്, അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോളി. പറയാനുള്ള സംഗതി പറഞ്ഞു, എന്നാലോ റസൂലുള്ളാഹിൻ്റെ ഇഷ്ടം എന്താണോ അതിന് അദ്ദേഹത്തെ വിട്ടുകൊടുത്തു. നല്ല സംസാരത്തിന് പോകുമ്പോൾ നമ്മളെന്താ പറയുക അല്ലേ, കയറി ഇങ്ങനെ വരുമ്പോൾ തന്നെ ഉണ്ടാവും, ഒന്നും ഉണ്ടോന്നില്ലേ, പിന്നെ തുടങ്ങും. ചില വീട്ടിലൊക്കെ പോയാൽ രാത്രി 9 മണിക്ക് വരെ പോകണ ഒരു ചങ്ങനെയൊക്കെ അറിയാം, രാത്രി 9 മണിക്ക് വരെ പോകുള്ളൂ. പ്രശ്നങ്ങളാണ്. നല്ല സ്നേഹമുള്ള പണ്ട, പക്ഷെ തൊള്ള മാത്രം കൺട്രോളില്ല. എന്താ പറയേണ്ടതെന്ന് അറിയില്ല, ചിലപ്പോൾ അങ്ങോട്ട് പറഞ്ഞു പോകും. ഒരുപാട് തവണ പ്രശ്നത്തിലായിട്ട് പരിഹരിക്കാൻ വേണ്ടിക്ക് കൃത്യമായിട്ട് അറിയാം. അതിന് നല്ല ഇഷ്ടമുണ്ട് ആ ചങ്ങനോട്, പക്ഷേ അത് ഓൻ്റെ മുമ്പ് പ്രകടിപ്പിക്കില്ല. അവിടെ ജയിക്കാൻ ശ്രമിക്കും. അവസാനം കൊളായി ഇപ്പോഴും പ്രശ്നമായിക്കൊണ്ടിരിക്കണം. അവിടെ നമ്മളെന്ത് ചെയ്യണം? നമ്മളെ മുൻഗാമികളിൽ നിന്ന് മാതൃക സ്വീകരിക്കണം. മഹതികളായ നമ്മുടെയൊക്കെ ഉമ്മമാർ അവർ കാണിച്ചു തന്ന മാതൃകകളുണ്ട് നമുക്ക്. ആ രീതിയിൽ അവരിൽ നിന്നും എന്ത് ചെയ്യണം, എങ്ങനെയാണ് നമ്മൾ കുടുംബ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിന് നമ്മൾ മാതൃക സ്വീകരിക്കണം. ഇനി ഇതൊന്നുമല്ല, ഇന്നത്തെ വലിയ പ്രശ്നം എന്താണെന്നറിയോ? നമ്മുടെ വലിയൊരു പ്രശ്നമാണ് നമ്മുടെ മക്കൾ. അതിന് നമുക്ക് മുൻഗാമികളിൽ മാതൃക ഉണ്ട്. എന്തെല്ലാമാണ് മക്കളെക്കുറിച്ച് ഇന്ന് കേൾക്കുന്നത്. 16 വയസ്സുള്ള ഒരു കുട്ടിയെ, 16 വയസ്സ്, 10ാം ക്ലാസ് കഴിഞ്ഞു, ഓൻ പഠനം നിർത്തിയിട്ട് പെയിൻറ്റിങ് ജോലിക്ക് പോവാം. ഓൻ്റെ അമ്മ ഒരു ദിവസം എൻ്റെ സുഹൃത്തിൻ്റെ പെങ്ങളുടെ മകനാണ്, സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഓനക്ക് എന്തോ പ്രശ്നമുണ്ട്. രാത്രി 1 മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് വാതിലൊക്കെ തുറന്നിടുക, രാവിലെ ആയിണെന്നറിയാം. ഒരു 10,000 രൂപേൻ്റെ പൂച്ച ഉണ്ടല്ലോ പേരല്ലേ, അതിനെ തുറന്നിട്ടുണ്ട്, അജി പോയിക്കോ അറിയാലോ. രാത്രി 1 മണിക്ക് നീച്ചിട്ട് രാവിലെ ആണ്, നേരം വെളുത്തിട്ടില്ല, രാത്രിയാണ് എന്ന് പറഞ്ഞാൽ പറഞ്ഞടിക്കുക, ഉമ്മനടിക്കുക, ഏട്ടനടിക്കുക.
ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുക. അങ്ങനെ ഞങ്ങൾ രണ്ടാൾ പോയി നോക്കി. ഇന്നെ വിളിച്ചു അദ്ദേഹം. ഞങ്ങൾ പോയി നോക്കി. പോയി അവനെ പിടിക്കാൻ ചെന്നപ്പോൾ അവന് മനസ്സിലായി അവനെ പിടിക്കാൻ പോവുകയാണ് പറഞ്ഞാൽ ബോഡി കഴിച്ചില്ലേ, കിട്ടിയില്ല. പിന്നെ ഒരു ദിവസം ആ പെണ്ണ് വീണ്ടും വിളിച്ചു, നിങ്ങളൊന്ന് വരണം, ഓനെ പിടുത്തത് കിട്ടിയണെന്ന്. എന്താ സംഗതി അറിയോ? ഓന് MDMA എന്ന് പറഞ്ഞൊരു മയക്കുമരുന്ന് അടിക്കുന്ന ചെങ്ങയ്യാണ്. 5000 റുപ്യ വേണം അതിൻ്റെ എത്രയോ ഗ്രാമിന്. ആ സാധനം അടിക്കണമെങ്കിൽ 5000 രൂപ വേണം. ഓൻ പെയിൻറ്റ് പണിക്ക് പോയിട്ട് അത് എവിടെ നിന്ന് കിട്ടാനാ? പെരേന്ന് കക്കാൻ തുടങ്ങി. പെരയിൽ കള്ളം വന്നെന്ന് മനസ്സിലായപ്പോൾ ഉമ്മ സ്ഥലം മാറ്റി വെച്ച് അവനക്ക് കിട്ടിയില്ല. അയൽപ്പക്കത്തെ വീട്ടിൽ കയറി കെട്ടു. ഒന്നാമത്തെ പ്രാവശ്യം വലിയ പ്രശ്നം ഉണ്ടായില്ല. രണ്ടാമത്തെ പ്രാവശ്യം പിടിച്ചോല് കെട്ടിയിട്ടു. അപ്പോഴാണ് ഞങ്ങളെ വിളിക്കണത്, ഇങ്ങനെ കെട്ടിയിട്ടാണ്, നിങ്ങളൊന്ന് വരി. നമ്മളെ മക്കളാണെങ്കിൽ ആലോചിച്ച് നോക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കട്ടെ. നമ്മളടുത്തുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. ആ കുട്ടിനെയും കൊണ്ട് പെരിന്തൽമണ്ണ ഡീഅഡിക്ഷൻ സെൻ്ററിൽ പോയി. ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ അവനോട് ചോദിച്ചു, നീ എന്ന് തുടങ്ങിയതാണ് ഈ ഇത്, നീ അടിച്ച സാധനങ്ങൾ ഏതൊക്കെയാണ്, എന്ന് തുടങ്ങിയാണ്? ആ കുട്ടീൻ്റെ ലിസ്റ്റ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. 8ാം ക്ലാസ് തുടങ്ങിയണോ. അവസാനം ഇയാൾ പറയും, രക്ഷിതാക്കളെ നേരെ തിരിഞ്ഞിട്ട് നിങ്ങൾ എവിടെയാണ് ഇത്ര കാലം? ഒരു 60 വയസ്സുകാരൻ അടിക്കേണ്ട എല്ലാ സാധനവും ഒപ്പടിച്ച് തീർത്തിട്ടുണ്ട്. 16 വയസ്സായിട്ടുള്ള കുട്ടി. അല്ലേ? ഇങ്ങനത്തെ മക്കളെ നമ്മളെ ചുറ്റുപാടുള്ളൂ. എന്തെല്ലാം നമ്മൾ കേൾക്കുക. ഞങ്ങളെ തൊട്ടടുത്ത്, ഞാൻ മദ്രസ പഠിപ്പിക്കണ കോടമ്പുഴ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ നാട്ടിൽ നിന്ന് ഒരു 5-6 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലം. അവിടെ ഈ അടുത്ത് പിടിച്ചൊരു കേസുണ്ട്. നിങ്ങളെ മുന്നേ പറയാൻ എനിക്കൊരു ലജ്ജുണ്ട്, അത് സംസാരിക്കാൻ പോലും. 8ാം ക്ലാസ്സുകാരനും 10ാം ക്ലാസ്സുകാരനുമായ 2 ആൺകുട്ടികൾ 6ാം ക്ലാസ്സുകാരത്തിയായ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു. പോലീസ് അറസ്റ്റ് ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കട്ടെ. എന്തെല്ലാം കേൾക്കുകയാണ്. ഈ മക്കളെ എങ്ങനെയായി നമ്മുടെ മക്കൾ ഇങ്ങനെ? നമ്മൾ മാതൃക സ്വീകരിച്ചില്ല. നമ്മുടെ മുൻഗാമികളിൽ നമുക്കതിന് മാതൃകയുണ്ട്. മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിന് നമ്മുടെ മുൻഗാമികളായ മഹദികളിൽ നമുക്ക് മാതൃകയുണ്ട്. അവർ മക്കളെ വളർത്തിയിട്ടുണ്ട്, സ്വാലിഹായ മക്കളാക്കി മാറ്റിയിട്ടുണ്ട്. അവരെന്താ ചെയ്തത് അത് നമുക്കും ചെയ്യാം. ഇപ്പം മക്കൾ പരീക്ഷണം തിരിച്ചറിയാന്നുള്ളതാണ്. അൽമാലു വൽ ബനൂനു സീനത്തുൻ ഹയാത്തു ദുനിയ. മക്കൾ എന്ന് പറഞ്ഞ ഒരു പരീക്ഷണമാണ്. സമ്പത്ത് അതൊരു പരീക്ഷണമാണ്. ആ പരീക്ഷണങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം? ദീന് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിൽ ഒന്നാമത്തെ ബാധ്യത ആർക്കറിയോ? ഉമ്മാക്കാണ്. ഇപ്പോൾ ഇവിടെ ക്ലാസ് നടക്കുന്നുണ്ടല്ലോ, എത്ര പെൺകുട്ടികൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. 8ാം ക്ലാസ്സും 7ാം ക്ലാസ്സും 10ാം ക്ലാസ്സും 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കണം നമ്മളെ മക്കളിവിടെ. നമ്മളെന്താ പറയുക? അതൊന്നും ഓക്ക് മനസ്സിലാവില്ല, ഓക്കതൊന്നും തീരില്ല, അതിനത്രയൊന്നും ആയില്ല. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത 7 ആളുകളുടെ ചരിത്രമുണ്ട്. ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത 7 ആൾക്കാരാണ്. ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. 1000-ത്തിലധികം ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആൾക്കാരായിട്ട് എണ്ണുക. അതിൽ ഒന്നാമത്തെ ആള് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുയാണ്. അദ്ദേഹം 5374 ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം കുട്ടിയല്ല, അദ്ദേഹം ഒരു കുട്ടിയല്ല. കാരണം അദ്ദേഹം 25ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. ആ 25ാമത്തെ വയസ്സിലാണ് ഇസ്ലാം സ്വീകരിച്ചു. റസൂലുള്ളാഹിൻ്റെ കൂടെ സദാസമയം കൂടി 3 വർഷമോ 4 വർഷമായിട്ട് റസൂലുള്ളാഹിൻ്റെ കൂടെ നിന്നിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ 5374 ഹദീസുകൾ അദ്ദേഹം ഉദ്ധരിച്ചു. അദ്ദേഹത്തെ നമുക്ക് മാറ്റിയേക്കാം. രണ്ടാമത്തെ ആളാരെയോ? രണ്ടാമത്തെ ആള് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ചെറിയ കുട്ടിയാണ്. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു 2630 ഹദീസുകൾ അദ്ദേഹം റസൂലുള്ളാഹിയിൽ നിന്ന് ഉദ്ധരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ദീന് സ്വീകരിച്ചിട്ട് ഈ കുട്ടിയും കൂട്ടിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചു. എന്നിട്ട് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹുവിൻ്റെ കൈ പിടിച്ചിട്ട് സഹാബികളോട് ചോദിച്ചു, ഇവിടെ വേഗത്തിൽ വാർത്ത അറിയിക്കണ ആരാ ഉള്ളതെന്ന് ചോദിച്ചു. വേഗത്തിൽ വാർത്ത എത്തിക്കുക. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പറഞ്ഞൊരു പേരുണ്ട്, എന്താ പഞ്ചായത്ത് റേഡിയോ എന്നൊക്കെ പറയല്ലോ. ഒരു വാർത്താണ്ട് കൊടുത്താൽ അത് 5 മിനിറ്റ് കൊണ്ട് എല്ലായിടത്തും എത്തിക്കും. ഇന്ന് സോഷ്യൽ മീഡിയ ചെയ്യും. ആ പണി പണ്ടെടുത്തിന് കുറച്ച് ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. അങ്ങനത്തെ ആരാ ഉള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ എന്താണ് ജമീൽ ബിൻ മുഹമ്മറോ മഅ്മർ, ജമീൽ ബിൻ മഅ്മർ എന്ന് പറയുന്ന ഒരു മനുഷ്യണ്ട് പറഞ്ഞു. അയാളെ വിളിച്ചിട്ട് ഉമർ ഖത്താബ് തന്നെ പറഞ്ഞു, ഞാൻ മുസ്ലിമാണ് കേട്ടോ, എല്ലാവരും അറിയിച്ചേക്കാർ. അയാൾ ഓടി നടന്ന് പറയാൻ തുടങ്ങി. ആ സമയത്ത് ഉമർ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കൂടെ ആരുണ്ട്? ഈ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹുവിനുണ്ട്. ഇസ്ലാം സ്വീകരിക്കാൻ പോവാണ്. കുറച്ച് വലിയ ഉത്തരവാദിത്തമുള്ള കാര്യമാണ്. മോനെ കൂടെ കൂട്ടണ്ടെന്നല്ല, അവിടേക്ക് കൂട്ടി മക്കളെ. മാതൃകയാണ് നമുക്ക് നമ്മുടെ മുൻഗാമികൾ. നമ്മൾ ദീന് പഠിക്കാൻ നമ്മൾ പോകും, QHLS ക്ലാസ്സിൽ നമ്മളുണ്ടാവും, എല്ലാ സംവിധാനത്തിലും നമ്മളുണ്ടാവും. നമ്മളെ മക്കളെവിടെ? നമ്മളെ ഭർത്താക്കന്മാര് ദീനിന്റെ സംരംഭങ്ങൾക്ക് ഓടി നടക്കുന്നുണ്ട്. നമ്മളെ മക്കളെവിടെ? എന്താ കൊണ്ടാത്തത്? മാതൃകകൾ നമ്മിൽ നിന്നാണ് വരേണ്ടത്. നമ്മുടെ മുൻഗാമികൾ അതിന് നമുക്ക് മാതൃകയാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കുട്ടിയെ കൊണ്ടുവരാണ്. ഹിജ്റ പോകുന്ന സമയം ആ കുട്ടിയുടെ വയസ്സ് 11 വയസ്സാണ്. 11 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുട്ടി അല്ലേ ഹിജ്റ പോകുമ്പോൾ.
ആ കുട്ടിയാണ് ഏകദേശം 2630 ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തതെന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. മൂന്നാമത്തെ ആളാരറിയോ? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹം 2286 ഹദീസുകൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു. അദ്ദേഹത്തിന് എങ്ങനെ കിട്ടിയറിയോ? ഉമ്മ 10 വയസ്സ് മാത്രമുള്ള കുട്ടിയെ ഉമ്മു സുലൈം കൈ പിടിച്ചിട്ട് റസൂലുള്ളാഹിന്റെ കൈ കൊണ്ടുകൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ മോനാണ്, ഓങ്ങളെ കൂടെ നിൽക്കട്ടെ, ദീന് പഠിക്കട്ടെ, ഹദീസ് പഠിക്കട്ടെ, ഓന് നിങ്ങളുടെ കൂടെ കൂടി അങ്ങേക്ക് ഹിദ്മത്ത് ചെയ്യട്ടെ, അങ്ങയുടെ കൂടെ നിൽക്കട്ടെ, ഓന് നല്ല സ്വഭാവങ്ങൾ പഠിക്കട്ടെ. 10 വയസ്സുണ്ടാവുമ്പോൾ ഉമ്മ കൊണ്ടയാക്കുക. 10 വയസ്സുള്ള കുട്ടീനെ നമ്മൾ ഇവിടെ കൊണ്ടുവരുമോ? നമ്മൾ ദീന് പഠിക്കണ സംവിധാനത്തേക്ക് എത്തിക്കുകയോ? എന്നിട്ട് നമ്മൾ പറയാ മോനെ പിടിച്ചാൽ കിട്ടണില്ല, മോളെ പിടിച്ചാൽ കിട്ടണില്ല. നമ്മൾ ചരിത്രം നോക്കിയാലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആദ്യം വിശ്വസിച്ച ആൾക്കാർ കുട്ടികളും ചെറുപ്പക്കാരുമാണ്. പ്രായമുള്ള ആൾക്കാർ പിന്നെയാണ് കുറേ കാലം ഇത് സ്വീകരിക്കാതെക്കാനാണ് ശ്രമിച്ചത്, പിന്നെ സ്വീകരിച്ചത്. ആദ്യം സ്വീകരിക്കുന്നത് കുട്ടികളും ചെറുപ്പക്കാരാണ്. കുട്ടിയൊക്കെ ഇറങ്ങിയൊക്കെ വേഗം ദീനിറങ്ങുന്നു. കുട്ടിയൊക്കെ ഇതാണ്ട് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ നമ്മൾ കൊണ്ടുവരില്ല. ഞാൻ പണ്ട് സലഫി മീഡിയ ചേലമ്പ്ര എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു മീഡിയ ഉണ്ടായിരുന്നു. അതിൻ്റെ റെക്കോർഡിങ്ങിന് പോയി. ഇല്ലുമിന എന്ന് പറഞ്ഞ കോഴിക്കോട് ഒരു പരിപാടി, ഇല്ലുമിന എന്നാണ് എൻ്റെ ഓർമ്മ. അതിന് പോയപ്പോൾ അവിടെ ആ മീറ്റിംഗ് കഴിഞ്ഞു, ആ പരിപാടി കഴിഞ്ഞു. അതിൻ്റെ ഒരു അവലോകന മീറ്റിങ്ങിൽ ഒരു കുട്ടി അനുഭവം പറഞ്ഞു. ആ കുട്ടി തിരുവനന്തപുരം കോളേജിൽ നിന്ന് വന്നതാണ്. ഭയങ്കര സമ്മർദ്ദം ഉണ്ടായപ്പോൾ ചങ്ങാതിമാർ വിളിച്ചപ്പോൾ ഇടങ്ങറായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് കോളേജിൽ നിന്ന് 3 ചങ്ങായിമാർ വരിക. അവർ വരുമ്പോൾ തീരുമാനം എന്താ അറിയോ? പോണം, കാലിക്കറ്റാണ് പരിപാടി, നല്ല ബീച്ചൊക്കെ ഉള്ള സ്ഥലമാണ്, കുറച്ച് വൈനൊക്കെ ആയിട്ട് കള്ളൊക്കെ ആയിട്ട് പോകാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ആദ്യം പുറത്തിറങ്ങുന്ന ആളെ കുറച്ചേരാ പരിപാടിക്ക് ഇരുന്നിട്ട് ആദ്യം പുറത്തിറങ്ങുന്ന ആൾ മിസ്സടിക്കുക. നമുക്ക് എല്ലാവർക്കും പുറത്തിറങ്ങിയിട്ട് നമുക്ക് അടിച്ചു വിളിച്ചിട്ട് വൈകുന്നേരം പോരാ. അങ്ങനെ വിളിച്ചാലേ പോകാൻ എന്നാൽ ശരിയാവില്ല. ഇവിടെ പരിപാടിക്ക് വന്നിരുന്നു. കോളേജ് പഠിക്കുന്ന കുട്ടിയാണ്, പരിപാടിക്ക് വന്നിരുന്നു. അവൻ കേൾക്കണ ആദ്യത്തെ ക്ലാസ് എന്താ അറിയോ? ഉമ്മയും ഉപ്പയും നടത്തുന്ന ത്യാഗങ്ങൾ, പഠിപ്പിക്കാൻ വേണ്ടി പ്രയാസങ്ങൾ, അവർ കിടക്കുന്ന പട്ടിണികൾ, അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഇങ്ങനെ ആലോചിക്കുക, പഠിച്ചവൻ ഇത് പിന്നെ പറ്റി തന്നെയാണോ പറയുന്നത്? അത്രക്ക് അവന് അത് അറ്റാക്ക് ചെയ്തു, അത്രക്ക് അവൻ്റെ ഹൃദയത്തിലേക്ക് അത് കയറി. ഇതിപ്പോൾ എന്നെ പറ്റിയാണല്ലോ പറയുന്നത്. അതുകൊണ്ട് പുറത്തുനിന്ന് ഇങ്ങനെ മിസ് കോൾ ചെയ്യുന്നു. കുറേ ചങ്ങായിമാർ പുറത്തിറങ്ങിയാണ്. ഓനെന്ത് ചെയ്തു? ഓൻ്റെ കയ്യിലെ എല്ലാ സാധനവും ഉള്ളത്. ഓന് ബാത്റൂമിൽ പോയി ആ സാധനം അവിടെ പൊട്ടിച്ചൊഴിവാക്കി ഇട്ട ഡ്രസ്സിൽ 3 ദിവസം ഓൻ ആ പരിപാടിക്ക് പങ്കെടുത്തു. നല്ല ദീന് കിട്ടിയ, നല്ല അള്ളാൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നൊരു പ്രവർത്തകനായ അവനെ മാറ്റി. എന്തേ? കേൾക്കാൻ അവസരം കിട്ടി. നമ്മൾ കൊടുക്കൂല, നമ്മൾ മക്കളെ കൊണ്ടുവരില്ല. അതുകൊണ്ട് മക്കൾക്ക് അവസരം കൊടുക്കണം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ ഉമ്മ കൊണ്ടുപോവുകയാണ്. 10 വയസ്സാകുമ്പോൾ നിങ്ങളെ കൂടെ പഠിക്കട്ടെ, നിങ്ങളെ കൂടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. 4-മത്തെ ആളാരറിയോ? മഹദികൾക്ക് മാതൃകയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. ചില ആൾക്കാരൊക്കെ ചോദിക്കും, ഇഞ്ഞിപ്പക്ക് ദീൻ പഠിക്കാൻ കഴിയോ? ദീൻ ഏത് പ്രായത്തിലും പഠിക്കാം. ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഏറ്റവും കൂടുതൽ പല കാര്യങ്ങൾക്കും ഇൽമുള്ള കാര്യങ്ങൾ, പല വിഷയത്തിലും ഇൽമ് ആയിഷ റളിയല്ലാഹുവിനെ കാണുന്ന സഹാബിമാർ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരു മഹദിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. 2210 ഹദീസുകൾ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ 9-ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹിന്റെ കൂടെ കൂടിയതാ. 9-ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹിന്റെ കൂടെ കൂടി അന്ന് മുതൽ ദീന് പഠിച്ചു. വലിയ പണ്ഡിതയായി. അബൂബക്കർ റളിയല്ലാഹു പറയുന്നുണ്ട്, എൻ്റെ ഭരണകാലത്ത് വല്ല സംശയം തോന്നിയാ ഞാൻ മകളെ വിളിക്കും, അതിൻ്റെ ഹുക്കുമ് ചോദിക്കും, ഓളിക്ക് പറഞ്ഞുതരും, ഞാൻ അതനുസരിച്ച് വിധിക്കും. ഉമർ ഖത്താബ് റളിയല്ലാഹു പറയുന്നുണ്ട്, എൻ്റെ ഭരണകാലത്ത് ഞാൻ അങ്ങനെ തന്നെയായിരുന്നു, ഞാൻ സംശയം തോന്നിയ ആയിഷ റളിയല്ലാഹുവിനോട് ചോദിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാ, ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ ആയിഷ ബീവിൻ്റെ വാതിൽക്കൽ ഇങ്ങനെ നിൽക്കും. അവരോട് ഒരുപാട് പെണ്ണുങ്ങൾ വന്ന് സംശയം ചോദിക്കും. സംശയം ചോദിക്കുമ്പോൾ അത് കിട്ടുമല്ലോ, എനിക്ക് അറിയാത്ത എന്തെങ്കിലും അതിലുണ്ടെങ്കിലോ. അതുകൊണ്ട് ഞാനിങ്ങനെ പുറത്തിരുന്ന് ഇങ്ങനെ കേൾക്കും, എന്താ ആയിഷ റളിയല്ലാഹു മറുപടി കൊടുക്കണത്, എനിക്കറിയാത്ത ഏതെങ്കിലും ഹദീസ് അതിലുണ്ടോ അല്ലേ? അത്രക്ക് ദീന്. ആയിഷ റളിയല്ലാഹു തന്നെ ഒരിക്കൽ പറഞ്ഞു, സൂറത്തുൽ ബഖറയും സൂറത്തു ആലു ഇമ്രാനും എൻ്റെ സാന്നിധ്യത്തിലല്ലാതെ ഇറങ്ങിയിട്ടില്ല. അത്ര വലിയ 2 സൂറത്തുകൾ, അതിൻ്റെ ഹുക്കുമകൾ എല്ലാം ഇറങ്ങിയത് അവരുടെ സാന്നിധ്യത്തിലാണ്. അതുകൊണ്ട് തന്നെ അത്രയും വലിയ പണ്ഡിതയായിട്ടാണ് അവർ മാറിയത്. ദീനിൻ്റെ 4/1 ഭാഗം പഠിക്കുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസുകളിലൂടെയാണ്. ദീൻ്റെ 4/1 പഠിക്കുന്നത് ആയിഷ റളിയല്ലാഹുവിൻ്റെ ഹദീസിലൂടെയാണ്. ചെറിയ കുട്ടിയാകുമ്പോൾ ദീന് പഠിക്കാൻ തുടങ്ങിയതാണ് അല്ലേ? അടുത്ത ആളാരറിയോ? 5-ാമത്തെ ആള് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. 1660 ഹദീസുകൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു. ഹിജ്റ പോകുന്നതിൻ്റെ 3 വർഷം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു. ഹിജ്റ പോണതിൻ്റെ 3 വർഷം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 13 വയസ്സാണ്. 13 വയസ്സ് നബി മരിക്കുമ്പോൾ. നബിയിൽ നിന്നും അദ്ദേഹം 1660 ഹദീസ് കാണാതെ പഠിച്ചു, അത് ഉദ്ധരിച്ചു.
13 വയസ്സാകുമ്പോൾ ആ നബി മരിച്ചുപോയി. അതിൻ്റെ മുന്നേ ആ കുട്ടി അത് കാണാതെ അടിച്ചു. അല്ലേ? മക്കൾക്ക് നമ്മൾ ഈ ദീൻ എത്തിച്ചു കൊടുക്കണം എന്നാണ് വീണ്ടും വീണ്ടും നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്. ജാബിർ ഇബ്നു അബ്ദുല്ല റളിയല്ലാഹു അൻഹു 6ാം സ്ഥാനത്തുള്ള ആള്, 1540 ഹദീസുകൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു. 2ാം അഖബ ഉടമ്പടിക്ക് അദ്ദേഹത്തിൻ്റെ വാപ്പ വരുന്നുണ്ട്. 2ാം അഖബ ഉടമ്പടിക്ക് 16 വയസ്സാണ് ആ കുട്ടിക്ക് പ്രായം. 2ാം അഖബ ഉടമ്പടി യുദ്ധത്തിനാണ് മോനും കൊണ്ട് വരികയാണ്, 16 വയസ്സുള്ള കുട്ടിനെയും കൊണ്ട്. ആലോചിച്ചു നിങ്ങൾ. അടുത്ത 7ാമത്തെ ആള് അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു 1170 ഹദീസുകൾ അദ്ദേഹം ഉദ്ധരിച്ചു. ഉഹദ് യുദ്ധത്തിൽ പങ്കെടുക്കാൻ വരുന്നുണ്ട് കുറേ കുട്ടികൾ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 15 വയസ്സുള്ള കുട്ടികളൊക്കെ പങ്കെടുപ്പിക്കുക. അപ്പോൾ അദ്ദേഹത്തിന് 13 വയസ്സാണ്. പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, കരഞ്ഞിട്ട് തിരിച്ചുപോയി. യുദ്ധത്തിന് പങ്കെടുക്കാൻ കഴിയാത്തതിന്. ഈ ചെറിയ കുട്ടികൾ, ഇവരാണ് നമുക്ക് മാതൃക. ഇവരുടെ രക്ഷിതാക്കൾ ഈ ഹദീസുകൾ ഇത്ര കണ്ടുദ്ധരിച്ച് ഇപ്പോഴും നമ്മൾ അവരുടെ പേരുകൾ കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിൻ്റെ തൃപ്തി അവർക്കുണ്ടാകട്ടെ എന്ന് നമ്മൾ അവരെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താ? അവരുടെ മാതാപിതാക്കൾ അവരെ ദീന് പഠിപ്പിക്കാൻ എടുത്ത ശ്രമത്തിൻ്റെ ഫലാണത്. നമ്മൾ പഠിപ്പിച്ചോന്ന് ആലോചിക്കണം. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാവരും നിങ്ങൾ അറബി കോളേജ് കൊണ്ട് ചേർക്കണം എന്നല്ല. പക്ഷേ ഏത് കോഴ്സ് നമ്മളെ മകൻ പഠിക്കട്ടെ, അവന് ഡോക്ടറാകണം, എഞ്ചിനീയർ ആകണം, ഉയർന്ന ഉദ്യോഗസ്ഥനാകണം, IAS കാരനാകണം. എല്ലാത്തിലും നമ്മുടെ സമുദായത്തിൽ നിന്ന് ആളുകൾ വേണം. നമ്മുടെ മക്കളെക്കുറിച്ച് അഭിമാനത്തോടുകൂടി മറ്റുള്ളവർക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ കഴിയണം. ലക്ഷങ്ങൾ സാലറി വാങ്ങുന്നവനായി നമ്മുടെ മകൻ മാറണം. ഒക്കെ ആയിക്കോട്ടെ, നമ്മൾ ആഗ്രഹിക്കുക. ആഗ്രഹത്തിന് ഒരു തെറ്റുമില്ല എന്നല്ല, അങ്ങനെ ആഗ്രഹിക്കണം. പക്ഷെ അവിടെ എന്ത് വേണം? ദീനുള്ള ഡോക്ടറാകട്ടെ, ദീനുള്ള എഞ്ചിനീയർ ആകട്ടെ, ദീനുള്ള IAS ഉദ്യോഗസ്ഥനാകട്ടെ. അത് നമ്മൾ കൊടുത്തോന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അത് കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കൊടുത്ത മുഴുവൻ ഇവിടുത്തെ കാര്യത്തിനാണ്. മക്കൾ തന്നെ നമ്മളെ ഇന്ന് എന്താ പഠിക്കണേ? വാപ്പനോട് പറയണേ, ഇവൻ ഇന്ന് ഖുർആൻ ഓതില്ല, ജന്താടെ ഖുർആൻ ഓതാൻ വാപ്പൻ്റെ കഴിഞ്ഞ്. അടുത്ത ദിവസം വരിക, ഇവൻ ഹോംവർക്ക് ചെയ്തില്ല, ടീച്ചറെ വിളിച്ചിനി, രണ്ടെണ്ണം പൊട്ടിച്ച്. കുട്ടിക്ക് മനസ്സിലായി ഇതിനാ പ്രാധാന്യമുള്ളതെന്ന്? മനസ്സിലാവൂലേ? നമ്മൾ ഇതിനാ മുൻഗണന കൊടുക്കണേ. കുട്ടികൾ അറിയണ്ടേ? മുൻഗണന കൊടുക്കുന്നത് ദീനിനായിരിക്കണം, യാതൊരു സംശയവും വേണ്ട. നമ്മളെന്താ പറയുക, ഓന് നല്ല ജോലിയൊക്കെ കിട്ടി പ്രായമാകുമ്പോൾ എന്നെ നോക്കണം. നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? പ്രായമായി നമ്മൾ പാരലൈസ് ചെയ്ത് ഇങ്ങനെ കിടക്കുക, ബെഡിൽ കിടക്കുക, എന്നിട്ട് മലവും പോകണോ മൂത്രം പോകണോ ഒന്നും അറിയാതെ ഇങ്ങനെ കിടക്കുക. നമ്മളെ മക്കളിങ്ങനെ നമ്മളെ നോക്കുക. അങ്ങനെ ആരും ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്താ നമ്മളെ മക്കൾ നമുക്ക് കിട്ടേണ്ടത്? അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തി നമ്മുടെ മകൻ നമ്മുടെ മകൾ പ്രാർത്ഥിക്കണം. പടച്ചോനെ എൻ്റെ ഉമ്മൻ്റെ പ്രയാസം തീർത്തു കൊടുക്കണം, അതിന് ദീന് കൊടുക്കണം. അതാ നമുക്ക് കിട്ടുക, അതാണ് നമുക്ക് കിട്ടുക. അതിന് നമ്മൾ ദീന് കൊടുക്കണം നമ്മുടെ മക്കൾക്ക്. അത് കൊടുത്തുകണമെന്നാ ചോദ്യം. നമ്മുടെ മുൻഗാമികളായ മഹദികളിൽ അതിന് നമുക്ക് വലിയ മാതൃകകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരുപാട് മാതൃകകൾ അല്ലേ? ഒരു ഉമ്മയുടെ ചരിത്രം കൂടി ഞാൻ പറഞ്ഞുതരാം. മക്കക്കാരിയായ ഒരടിമ സ്ത്രീ ഉണ്ടായിരുന്നു. ബറക്ക എന്നാണ് അവരുടെ പേര്, ബറക്ക. ആ അടിമ സ്ത്രീ, അവർക്കൊരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. അവർ നീഗ്രോയാണ്, കറുത്ത വർഗ്ഗക്കാരാണ്. ആ കുട്ടി കളിക്കാൻ ചെന്നാൽ ചങ്ങായിമാർ കൂടെ കൂട്ടൂല. കാരണം കുറേ ശാരീരിക പ്രശ്നങ്ങളുള്ള കുട്ടിയാണ്. അവന് കാഴ്ചക്ക് കുറവുണ്ട്, നല്ല കറുത്ത നിറാണ്, ഉള്ളിലേക്ക് വലിഞ്ഞൊരു കണ്ണാണ് അവനുള്ളത്, പതിഞ്ഞ മൂക്കാണുള്ളത്, കാലിന് മുടന്തുണ്ട്, 2 കൈകൾക്കും ബലഹീനതയുണ്ട്, പൊക്കക്കുറവാണ്. ആലോചിച്ച് നോക്കി, അങ്ങനത്തെ ഒരു കുട്ടിനെ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കി. ചങ്ങായിമാരെ കൂടെ കളിക്കാൻ ചെന്നാൽ ഒരു അറിഞ്ഞ് പോയ അവിടുന്ന് എന്നെ കളിക്കാൻ കൂട്ടൂല. അങ്ങനെ ഭയങ്കര ഇടങ്ങറായപ്പോൾ ഒരു ദിവസം കരഞ്ഞിട്ട് ഉമ്മൻ്റെ അടുത്ത് ചെയ്യുന്നു, ഉമ്മ ആരും എന്നെ കളിക്കാൻ കൂട്ടില്ല, എന്നെ കളിയൊക്കെയാണ്. ഉമ്മ എന്താ പറഞ്ഞറിയോ? മോനെ നീ ദീന് പഠിക്ക്, രാജാക്കന്മാർ നിന്റെ മുമ്പിൽ വരി നിൽക്കണമെങ്കിൽ കാണാം. എന്നിട്ട് ആ കുട്ടിയെയും കൂട്ടി അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് ചെന്നു. എൻ്റെ മോനങ്ങളൊപ്പം നിന്നോട്ടെ, ഓ ദീന് പഠിക്കട്ടെ. 30 കൊല്ലം അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ദീന് പഠിച്ചു. ആ കുട്ടിയാണ് പ്രസിദ്ധ പണ്ഡിതനായി തഫ്സീറുകളിൽ കാണുന്ന, ധാരാളമായി ഉദ്ധരിക്കുന്ന അത്താ ഇബ്നു അബി റബാഹ് റഹ്മത്തുള്ളാഹി. അത്താ ഇബ്നു അബി റബാഹ് വലിയ പണ്ഡിതനായ അദ്ദേഹം, ആ രാജ്യത്തെ അറിയപ്പെടുന്ന പണ്ഡിതനായി. ഉമർ മൗലവിൻ്റെ തഫ്സീറൊക്കെ നമ്മൾ വായിക്കുകയാണെങ്കിൽ, അമാനി മൗലവിൻ്റെ തഫ്സീറൊക്കെ വായിക്കുകയാണെങ്കിൽ അതിൽ ഇടക്കിടക്ക് കൊടുത്തിട്ടുണ്ടാവും അത്താ റളിയല്ലാഹുവിൻ്റെ പേര്. വലിയ പണ്ഡിതനായി. ആരാ പ്രേരണ നൽകിയത്? ഉമ്മയാണ്. എന്നിട്ട് ആ ഉമ്മ പറഞ്ഞത് സംഭവിച്ചു. ഇമാം ദഹബി റഹ്മത്തുള്ളാഹി പറയുന്ന അദ്ദേഹത്തിൻ്റെ സീറ അഅ്ലാമുൻ നുബ്ല എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം, അന്നത്തെ രാജാവായിരുന്ന മാലിക്, സുലൈമാൻ ഇബ്നു അബ്ദുൽ മാലിക് എന്ന് പറയുന്ന രാജാവ്, അയാൾ ഹജ്ജിന് പോകാൻ തീരുമാനിച്ചു.
ഹജ്ജിന് പോകാൻ തീരുമാനിച്ച മൂപ്പർക്ക് ചില കാര്യങ്ങൾ ഭയങ്കര സംശയം വന്നു. ആ മൂപ്പര് അത്താറുള്ളാൻ്റെ അടുക്കലേക്ക് ആളയച്ചു. രാജ്യത്തെ വലിയ പണ്ഡിതനല്ലേ, നിങ്ങളൊന്ന് വരണം, എനിക്ക് ചില സംശയമുണ്ട്. അത്താറുള്ളാവിന് മറുപടി പറഞ്ഞയച്ചു, ഇൽമ് നിങ്ങളെ തേടി കൊട്ടാരത്തേക്ക് വരില്ല, നിങ്ങൾ ഇൽമ് തേടി പോകണം, ഞങ്ങളടുത്തേക്ക് വരില്ല. ആ രാജാവ് വീട്ടിലേക്ക് വന്നു. ആരെ? അത്താഅബിന് അബീ റബാ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് രാജാവ് വന്നു. വന്നപ്പോൾ കാണുന്ന കാഴ്ച എന്താ? ആളുകൾ ഇങ്ങനെ വരി നിൽക്കുന്നുണ്ട് ദീനിൻ്റെ ഈ ഹുക്മ ചോദിക്കാൻ. രാജാവ് ഒരു ഭാഗത്ത് ഇങ്ങനെ വരുന്നു. മക്കൾ ചോദിച്ചു, വാപ്പ അങ്ങക്കൊരു ലജ്ജല്ലേ? നിങ്ങളെ കീഴിൽ ഭരിക്കുന്ന ഒരു അടിമയാണ് ഇവിടെ ഉള്ളത്, ദീന് പഠിക്കണോടത്ത് ലജ്ജ വേണ്ട മോനെ. അവിടെ നിന്നു രാജാവ്. ഉമ്മ പണ്ട് പറഞ്ഞെന്താ? മോനെ ദീന് പഠിച്ചോ, രാജാക്കന്മാർ നിന്റെ മുമ്പിൽ വരി നിൽക്കുന്നതാണ്. ദീന് പഠിപ്പിക്കണം, ദീന് പഠിപ്പിക്കണം. നമ്മൾ ഭൗതികമായിട്ട് എന്തും പഠിച്ചോട്ടെ, പക്ഷെ മുമ്പിൽ ദീന് കൊടുക്കാൻ നമുക്ക് കഴിയണം. അതിന് നമുക്ക് മുൻഗാമികളിൽ മാതൃകയുണ്ടെന്ന് മനസ്സിലാക്കണം. മക്കളെ വളർത്തുന്നിടത്ത് നല്ലോണം നമ്മൾ ശ്രദ്ധിക്കണം, നല്ലോണം പ്രാർത്ഥിക്കണം. നമ്മൾ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മക്കളെ വിഷയത്തിൽ നമ്മൾ നല്ലോണം അല്ലാഹുവിനോട് ചോദിക്കണം, നല്ലോണം പണിയെടുക്കണം, നല്ലോണം പ്രാർത്ഥിക്കണം. മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ നടത്തുന്ന അനുകൂലമാകട്ടെ പ്രതികൂലമാകട്ടെ പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കുന്നതാണ്. അനുകൂലമായാലും പ്രതികൂലമായാലും സ്വീകരിക്കും. മക്കയിലെ ഹറമിലെ ഇമാം സുദൈസി റഹ്മുല്ല, അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുന്നുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞ ഒരു ഭാഗത്തുണ്ട്, അദ്ദേഹം ഭയങ്കര പൊട്ടിത്തെറിഞ്ഞ പോക്കിരിയായിരുന്നു എന്ന്. നമ്മളൊക്കെ മക്കളുണ്ടാവുമല്ലോ, നല്ല പോക്കിരിയായിരുന്നു. ആ സമയത്ത് ഒരു ദിവസം വീട്ടിൽ വിരുന്നുകാർ വന്നു. നല്ല ഭക്ഷണമൊക്കെ കഴിക്കുക. പണ്ട് കാലത്ത് നമ്മളൊക്കെ ചെറുപ്പത്തിൽ നല്ല ഭക്ഷണം എപ്പോഴാണ് കഴിച്ച്? വീട്ടിലാരെ വരണം, എല്ലാം പെരുന്നാളാവണം അല്ലേ? ഇന്നങ്ങനെ ഒന്നല്ല, ഇന്ന് എപ്പോഴും നല്ല ഭക്ഷണം. അന്ന് ഇദ്ദേഹം പറയാം നല്ല ഭക്ഷണം കഴിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോഴാണ് വിരുന്നുകാർ വന്നു, നല്ല ഭക്ഷണം ഉണ്ടാക്കി ഉമ്മ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണമെന്ന് പറഞ്ഞു. ഉമ്മ പറഞ്ഞു വിരുന്നുകാർ പോയിട്ട് തരാം. ഞാൻ സമ്മതിച്ചില്ല, എനിക്ക് വേണമെന്ന് പറഞ്ഞു, വാശി പിടിച്ചു. അവസാനം വിരുന്നുകാർ വന്നപ്പോൾ ഈ കുട്ടി എന്താ ചെയ്തതെന്നറിയോ? ഒരു പിടി മണൽ വാരിയിട്ട് ആ കറിയിൽ കൊണ്ടുവന്നിട്ടു. നമ്മളെ വീട്ടിലാണെങ്കിൽ മയ്യത്തുസ്കാരം എപ്പോഴാണ് തീരുമാനിച്ചാൽ മതി അല്ലേ? പിടി മണൽ വാരിയിട്ട് നേരെ കൊണ്ടുപോയിട്ടിട്ടു. ആ ഉമ്മ എന്താ ചെയ്താരോ? ചേർത്ത് ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, പഠിച്ചോനെ എൻ്റെ കുട്ടിയെ ഹറമിലെ ഇമാമാക്കണേന്ന്. ആ കുട്ടിയാരാ? പ്രാർത്ഥിച്ചു നമ്മളെ മക്കൾക്ക് വേണ്ടി, പ്രാർത്ഥിച്ചു നമ്മളെ മക്കൾക്ക് വേണ്ടി. ഇങ്ങനെ അള്ളാഹുവേ എനിക്കു വേണ്ടി എൻ്റെ മയ്യത്ത് നമസ്കാരത്തിൽ നിന്ന് നമസ്കരിക്കാൻ കഴിയുന്ന, ഞാൻ മരിച്ചാലും എൻ്റെ കബറിങ്കൽ വന്ന് കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു ദീനുള്ള മകളാക്കി എൻ്റെ മകനെ നീ മാറ്റണേ എന്ന് എപ്പോഴാണ് നമ്മൾ പ്രാർത്ഥിച്ചത്? നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണേ, പഠിച്ചോനെ നമുക്ക് നല്ലൊരു ജോലി കൊടുക്കണേ, ഭൗതികമായി ഉയർച്ചയിലെത്തണേ. അതിൻ്റെ അപ്പുറത്തേക്ക് എന്താ കൊടുത്തത്? ദീന് കൊടുക്കണം നമ്മളെ മക്കൾക്ക് എപ്പോഴും. അതിലാണ് അവർക്ക് എന്താണ്ടാകുക? അവർക്കൊരു ഹുറുമത്തുള്ളത്. അതിലാണ് അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് സഹായം കിട്ടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വന്നിട്ട് പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹി സ്വലാം എൻ്റെ വല്ലിപ്പ മക്കൾക്ക് വേണ്ടി നടത്തിയൊരു പ്രാർത്ഥന ഉണ്ട്. അഊദു ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ഞാൻ എൻ്റെ മകന് വേണ്ടി നടത്തുകയാണെന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചിട്ട് മകന് വേണ്ടി നടത്തി. നമ്മളെ മക്കൾക്ക് 15 വയസ്സായി, 14 വയസ്സായി. എപ്പോഴാണ് കുട്ടീൻ്റെ തലയെ തടവി കൊടുത്തിട്ട് ഈ ഒരു പ്രാർത്ഥന നമ്മൾ നിർവഹിച്ച്? എന്നിട്ട് നമ്മൾ പറയാ എൻ്റെ കുട്ടീനെ പിടിച്ചാൽ കിട്ടണില്ല. നമുക്ക് പറയാൻ ന്യായമുണ്ടോ? നമുക്ക് ന്യായമുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചില്ല, നിങ്ങളിത് പ്രാർത്ഥിച്ചോളി, നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് രക്ഷപ്പെടുത്താന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് നേരമില്ല, അത് പഠിക്കാൻ നേരമില്ല, പ്രാർത്ഥിക്കാൻ നേരമില്ല, എന്നുള്ള സമയമില്ല. എന്നിട്ട് നമ്മൾ പറയാം എൻ്റെ കുട്ടീനേക്ക് പിടിച്ചാൽ കിട്ടണില്ല. ചെയ്യാൻ ഞാൻ എങ്ങനെ കിട്ടുക? നമ്മളെ മക്കളെ നമുക്ക് കിട്ടണം. നമ്മളെ മക്കൾ നമ്മുടെ മക്കളാകണം. നമ്മളെ മക്കളെ നഷ്ടപ്പെടുന്നത് പോലും പറയണില്ല. കല്യാണപ്രായമൊക്കെ എത്തുമ്പോഴാണ്, മോളെ നമ്മൾ കല്യാണം നോക്കുന്നുണ്ട്, എനിക്ക് വേണ്ടി ആളെ ഞാൻ കണ്ടുവെച്ചാണ്. അപ്പോഴാണ് മനസ്സിലായിട്ട് ഇത് പിടുത്തം വിട്ട് പോയിണെന്ന്, അതുവരെ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മക്കളെ വളർത്തുമ്പോൾ എങ്ങനെയാകണം? മുൻഗാമികളിൽ നമുക്ക് മാതൃകയുണ്ട്. ആ മാതൃകകൾ എന്ത് ചെയ്യണം? നല്ലോണം നമ്മൾ നമ്മൾ ആ മാതൃക സ്വീകരിക്കണം. സമ്പാദ്യ ഹലാലാകണം, അല്ലാതെ മക്കളെ നമുക്ക് പിടിച്ചാൽ കിട്ടൂല. ഹറാമ് സമ്പാദിച്ചണോ അതിന് മക്കളെ നമുക്ക് കിട്ടൂല എന്ന് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. മാതാപിതാക്കൾ മാതൃകയാകണം. നമ്മുടെ മുൻഗാമികൾ മാതാപിതാക്കൾ മാതൃകയാണ്. നിസ്കാരത്തിൻ്റെ സമയത്ത് പള്ളിയിലേക്ക് വരുന്ന ഉപ്പയെ കാണണം. രാവിലെ കുട്ടി ഇങ്ങനെ എണീറ്റ് വരിക, വാപ്പ പള്ളിയിൽ പോയിണ്, ഉമ്മ നിസ്കാരപ്പായൽ സുബീസ്കരിച്ചിട്ട് ഖുർആൻ ഓതി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ കുട്ടി കാണുന്ന അടുത്ത കാഴ്ച എന്താ? ളുഹറിൻ്റെ സമയമായി, വാപ്പ ചിലപ്പോൾ പറമ്പിൽ ഇങ്ങനെ എന്തോ ഒരു പണിയെടുക്കുക, ബാങ്ക് കേട്ടു, വാപ്പ വേഗം വന്നു, കയ്യും കാലൊക്കെ കഴുകി വൃത്തിയാക്കി വാപ്പ പള്ളിക്ക് പോയി. ഉമ്മ അവിടെ ഇങ്ങനെ മീൻ മുറിക്കുക, ഞാൻ മീൻ മുറിച്ചത് അവിടെ മുറിച്ച് തീർത്ത് വേഗം കൈ കഴുകി മുഖമൊക്കെ കഴുകി വൃത്തിയാക്കി ഉമ്മ നിസ്കാരത്തിനായിട്ട് പോയി. ആ കുട്ടിക്ക്
നിസ്കാരം ഗൗരവമുള്ള കാര്യമാണ് എന്ന് ഉസ്താദ് ഒരു തവണ പഠിപ്പിച്ചാൽ മതി, ആ കുട്ടിക്ക് മനസ്സിലാവും. ആ കുട്ടി കാണുന്ന കാഴ്ച നേരെ തിരിച്ചെന്നാലോചിച്ച് നോക്കി. വാപ്പ നിസ്കരിക്കുക, ഒരു 8 മണിക്ക് സുബീൻ്റെ സമയത്ത്, സുബി 8 മണിക്ക് എഴുന്നേറ്റിട്ട് തോളത്തൊരു മുണ്ടൂട്ടിയാണ്ട് ഒരു തലകുത്തി മറിച്ചിൽ. ഉമ്മ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ളുഹറിൻ്റെ അവസാന സമയത്ത് അന്നേരം മുതൽ കൊടുത്ത് നിസ്കരിച്ചാൽ നെയ്യപ്പം നിന്ന 2 കാര്യം എന്ന് പറഞ്ഞാൽ എസറും കൂടി നിസ്കരിച്ച് ഇറങ്ങിപ്പോരാന്ന് വിചാരിച്ചിട്ട് ആ സമയത്ത് പോയി കുത്തി മറിഞ്ഞ് പോരുക. ഈ കുട്ടിനോട് ഏത് ഉസ്താദ് പറഞ്ഞു കൊടുത്താലാണ് നിസ്കാരത്തിൻ്റെ പ്രാധാന്യം കുട്ടിക്ക് മനസ്സിലാകുക? നമ്മൾ മാതൃകയാകുക എന്നുള്ളതാണ്. കുട്ടികൾക്ക് നമ്മളാണ് മോനെ പോയി നിസ്കരിക്കുന്നല്ല, മോളെ വാ നമുക്ക് നിസ്കരിക്കാം. എൻ്റെ കുട്ടീൻ്റെ ഒത്ത് നല്ല രസമാണ്, മോളൊന്ന് ഇമാം എന്താണ് നിങ്ങൾ അങ്ങനെ ഒന്ന് കുട്ടികളെ നോക്കി അല്ലേ? ചില രക്ഷിതാക്കളൊക്കെ പരാതിയാണ്, മക്കളെ പിടിച്ചാൽ കിട്ടണില്ല. ഞാൻ ഒരു കുട്ടിയുടെ അടുത്ത് നിസ്കരിക്കാൻ നിന്നു, ഞങ്ങളെ അടുത്ത പള്ളിയിലാണ്. ഓന് നിസ്കരിക്കണ എങ്ങനെ നിൽക്കുക, ഫുൾ ആക്ഷൻ. എനിക്ക് വസ്വാസം, നിസ്കാരത്തിൽ അടങ്ങറായി. ഓൻ 1 മിനിറ്റ് അടങ്ങിക്കണില്ല. അപ്പോൾ എൻ്റെ ഞാൻ അറിയുന്ന ആളാണ്, അദ്ദേഹത്തോട് നിസ്കാരം ഞാൻ ചോദിച്ചു, നമുക്ക് എന്താ പ്രശ്നമുണ്ടോ, നിങ്ങളെന്തെങ്കിലും മരുന്നോ കാര്യങ്ങളോ എന്തുണ്ടോ? എനിക്കൊരു മാനസിക പ്രശ്നമാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒന്നല്ല, ഓന് മൊബൈലിൻ്റെ അഡിക്റ്റഡാണ്, അത് ഇല്ലാഞ്ഞാൽ ഓനക്ക് നിൽക്കാൻ കഴിയണില്ല. ഗെയിം ഇങ്ങനെ കളിച്ച് രാത്രി 2 മണിക്കൊക്കെ റൂമിൽ നിന്ന് ഉറക്കനെ പറഞ്ഞേക്കാം, കൊല്ലടാ വെട്ടടാ തല്ലടാന്ന്. ഏതോ ഗെയിമാണ് അല്ലേ, പിടിച്ചാൽ കിട്ടുന്ന സമയമൊക്കെ കഴിഞ്ഞു, ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ. അപ്പോൾ ആ കുട്ടീനോട് നിങ്ങളൊന്ന് സംസാരിക്കുക ചോദിച്ചു. എനിക്ക് മനസ്സിലായി 10-18 വയസ്സാണ്, ഞാൻ സംസാരിക്കുന്നോട് കിട്ടുന്ന കുട്ടിയല്ല എന്തായാലും. എന്നാലും ഒന്ന് അദ്ദേഹം പറഞ്ഞല്ലേ, അവൻ അടുത്ത് വിളിച്ചാണ്ട് അങ്ങനെ ഓരോന്ന് സംസാരിച്ചപ്പോൾ ആ കുട്ടി അറിയാം, എൻ്റെ വാപ്പ എങ്ങനെ എന്നെ പറ്റി പറയാം, വാപ്പ കക്കൂസ്ക്ക് മൊബൈൽ കൊണ്ട് പോകണ ആളല്ലേ. ഇനി വാക്യങ്ങൾ ആലോചിച്ചാൽ മതി. എവിടെ നമ്മൾ മാതൃകയായത് അല്ലേ? നമ്മളെ മക്കളോട് എന്താ നമ്മൾ പറഞ്ഞു കൊടുക്കുക? ഇവിടെയാണ് മാതാപിതാക്കളാണ് മുന്നിൽ നിന്ന് എന്ത് ചെയ്യേണ്ടത്, കാണിച്ചു കൊടുക്കേണ്ടത്. എങ്ങനെയാകണം ഉമ്മ, എങ്ങനെയാകണം ഉപ്പ. എന്നിട്ട് നമുക്ക് പറയാം, എൻ്റെ കുട്ടിതാ എൻ്റെ മാതിരിയാണ്, എൻ്റെ കുട്ടിതാ ഞാൻ നിസ്കരിക്കാൻ വിളിച്ച എൻ്റെ കൂടെ വരും, വാടാ മോനെ നമുക്ക് പള്ളിയിൽ പോകാം. ഇപ്പം മറിച്ച് ഉമ്മമാരൊക്കെ പറയാതെ പോയി നിസ്കരിക്കടി, അല്ല നമ്മൾ നിസ്കരിക്കുക, നമ്മളെ നിസ്കരിക്കുക. ശൈലി മാറ്റണം നമ്മൾ. ചില രക്ഷിതാക്കൾക്കുള്ള പരിഹാരം എന്താ പറയുക, വിളിച്ചാൽ അങ്ങോട്ട് നീക്കൂല, 10 വട്ടം വിളിക്കണം എന്നാലും നീക്കൂല. എപ്പോഴാണ് നമ്മൾ വിളിക്കുക? രാവിലെ സ്കൂളിൽ നിന്ന് പോകുമ്പോൾ. ഇവിടെ ചില കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, രക്ഷിതാക്കളെ മുഖത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇത് പറയാൻ ചില പ്രയാസങ്ങളുണ്ട്. ഏതായിരുന്നാലും രാവിലെ നീക്കണ സമയം എപ്പോഴാണ് നമ്മൾ ആലോചിക്കണം. 7 മണിക്ക് പോകേണ്ട ഒരു കുട്ടിയാണ് നമ്മളെപ്പോഴാണ് വിളിക്കണ്ടേ? 6:30 വിളിക്കും, അല്ലെങ്കിൽ 6 മണിക്ക് വിളിക്കും എന്ന് വിചാരിക്കുക. 6:30 ആകുമ്പോൾ നീക്കൂല, 6:30 കഴിഞ്ഞാൽ വിളിൻ്റെ ടൂണ് മാറും. അതുവരെ വിളിച്ച് ഭയങ്കര നല്ല പേരാവും, പിന്നെ പോത്ത് വരുമ്പോൾ ഒക്കെ ആവും, പേരാണ് മാറും, ആക്കാലിൻ്റെ പേരാവും. ലാസ്റ്റ് ഈ കുട്ടി നീച്ച് വരുമ്പോൾ കാണണം ഇങ്ങനെ മുഖം ഇങ്ങനെ വീർത്തിട്ട് ഒരു ഭീകരൂപിൻ്റെ രൂപത്തിൽ നിൽക്കണം അമ്മ. ഇത് കണ്ട് സ്കൂൾക്ക് പോണ ആ കുട്ടിൻ്റെ അവസ്ഥ എന്താ? അന്നത്തെ നമ്മൾ നേരത്തെ വിളിക്കുക, നമ്മൾ നേരത്തെ എഴുന്നേൽക്കുക, നേരത്തെ വിളിക്കുക, നേരത്തെ കിടക്കണതിന്. ഇന്നത്തെ രാത്രി ജീവിതം തന്നെ മാറിയാണ്. നിങ്ങളെ നാട്ടിൽ എത്ര ഉണ്ടാറില്ല, ഞങ്ങളെ കോഴിക്കോട് ജില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസ്ഥയാണ്. രാത്രി 3 മണിക്ക് നിങ്ങൾ കോഴിക്കോട് ബീച്ചിൽ പോയി നോക്കി, അവിടെ നിറച്ച ആൾക്കാരുണ്ടാവും. 90% നമ്മളെ മുസ്ലിങ്ങളായിരിക്കും. ഒക്കെ മാറുകയാണ്. എന്നിട്ട് രാവിലെ ഈ കുട്ടികളെ വീച്ചിട്ടുള്ള എങ്ങനെ നീച്ചിരുക അല്ലേ? അത് നമ്മൾ നേരത്തെ കിടക്കണം. ഇശാ നിസ്കാരം കഴിഞ്ഞ് നമ്മളെ അത്യാവശ്യ പണികൾ തീർത്ത് വേഗത്തിൽ കിടക്കുക. എന്നിട്ട് ഒരു 5 മണിയാകുമ്പോൾ മക്കളെ വിളിച്ചുണർത്തുക. മക്കളെ വിളിക്കുമ്പോൾ ഒന്ന് കൂടെ കിടന്നു കൊടുക്കുക. നമ്മളെ മക്കൾക്ക് ആഗ്രഹമുണ്ട്, ഉപ്പ കൂടെ കിടക്കണം, ഉമ്മ കൂടെ കിടക്കണം. ഒരു 5 മിനിറ്റ് പോയി കിടന്നിട്ട് കുഞ്ഞാത്തോ നീക്കണില്ലേ, ഒന്ന് തട്ടി 2 തട്ടൊക്കെ കൊടുത്ത് നീച്ചേരി അമ്മച്ചിൻ്റെ കുട്ടി നീക്കി എന്ന് പറയുമ്പോൾ ഈ കുട്ടികൾ നീച്ചരും. നമ്മൾ നേരെ വിളിക്കണ ശൈലി മാറിയിട്ടാണ്. അത് മാറ്റണം. നമ്മുടെ മക്കളെ ആ രീതിയിൽ നിങ്ങളൊന്ന് പരിചരിച്ചു നോക്കി. അവർക്ക് സമയം കൊടുക്കണം. നമ്മൾ അവരിൽ നിന്ന് കേൾക്കാനുള്ള സമയം ഉണ്ടാവണം. നമ്മളെ മക്കൾ സ്കൂളിൽ നിന്ന് വരും, കുറേ പറയാണ്ടാവും. നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ആലോചിച്ചാൽ മതി എന്തൊക്കെ പറയണ്ടേ നമുക്കിപ്പോൾ എന്താ അറിയോ, ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ കുറേ കച്ചവട സാധ്യതകളുണ്ട്. കുറേ ആൾക്കാർ കച്ചവടക്കാരാണ്, ഞാൻ വേണ്ടാന്നൊന്നും പറഞ്ഞില്ല കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. കുറേ ആൾക്കാർ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. എത്ര തിരക്കുണ്ടെങ്കിലും നമ്മളെ മക്കൾക്ക് നമ്മൾ സമയം കൊടുക്കണം. അവർ പറയും, സ്കൂളിൽ നിന്ന് വിട്ടു വരുമ്പോൾ അവർക്ക് പറയാണ്ടാവും, ആ പറയണത് നമ്മൾ കേൾക്കണം. കേട്ടിട്ട് അവർക്കതിന് തൃപ്തികരമായൊരു രൂപത്തിൽ ഉത്തരം പറയാൻ കഴിയണം. നമ്മൾ ജി വാപ്പനോട് പോയി പറഞ്ഞാൽ ഞാൻ നല്ല തിരക്കില്ല, മൂപ്പര എന്നെക്കാട്ടി വലിയ തിരക്കില്ലോ, ജി പോയ അവിടുന്ന്. അപ്പോൾ ഈ കുട്ടി മിണ്ടാതെ അങ്ങനെ ഉത്തർക്കും. 2 വട്ടം നമ്മളെ വയറ്റിലടന്നു, 2 വട്ടം നമ്മൾ മെയിൻ ചെയ്തില്ല. 3-മത് എനിക്ക് ഇതാരോടെ പറയണ്ടേ, അല്ലെങ്കിൽ ഇവക്ക് ഇതാരോടെ പറയണ്ടേ, ഇവള് പുറത്തിറങ്ങി നോക്കും. അപ്പോൾ അവിടെ പുറത്ത് കുറേ ചെങ്ങായിമാരുണ്ടാവും. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത, ചെങ്ങാത്തത്തിൽ ആണും പെണ്ണും വ്യത്യാസമില്ല.
ആ ചങ്ങായിമാരിൽ ആണും ഉണ്ടാവും പെണ്ണും ഉണ്ടാവും. അപ്പോൾ ഈ പെണ്ണ് പോയിട്ട് ഓനോട് പറയും, ഡേയ് ഞാൻ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായി, എൻ്റെ പെരക്കാരോട് പറഞ്ഞിട്ട് ഓല് മെയിൻ ചെയ്തില്ല, ഞാനിപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ ഓൻ പറയും സാരില്ല, ഒക്കെ ശരിയാവും. എന്നിട്ട് ഓൻ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഒരു മെസ്സേജ്, സാരില്ല ഞാൻ കേട്ടോ കൂടെ എന്ന്. പിന്നെ ഈ കുട്ടി ചാടിപ്പോയില്ല, വല്ല അത്ഭുതം ഉണ്ടോ? എവിടുന്നാ തുടക്കം? നമ്മൾക്ക് സമയം കൊടുക്കാഞ്ഞിട്ടാണ്. കേൾക്കാനുള്ള സമയം കൊടുക്കണം. നമ്മളെ മക്കളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേൾക്കാനുള്ള സമയം കൊടുക്കുക. ഒരു പറയട്ടെ, നമ്മൾ ഫൈസൽ മൗലവിനെ കാണാൻ പോയി, എന്തോ ഒരു അത്യാവശ്യത്തിന് വിളിച്ച് പറയാതെ ചെന്നതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 10 മിനിറ്റ് സമയം തരും. നിങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ പറഞ്ഞു. അങ്ങനെ ഞങ്ങളിങ്ങനെ സംസാരിക്കാൻ തുടങ്ങണ വളരെ അർജൻറ്റ് മാറ്ററാണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ചെറിയ മോൻ വന്നിട്ട് ഇപ്പോൾ അപ്പാന്ന് വിളിച്ചു. അപ്പോൾ ഞങ്ങളോട് പറയാം 2 മിനിറ്റ് കേട്ടോ, ഞാൻ ഈ കുട്ടീനൊന്ന് കേൾക്കട്ടെ. കേട്ടോ എന്താ മോനെ ചോദിച്ചു. കുട്ടി പറഞ്ഞു കൊടുത്ത് അദ്ദേഹം അതിന് മറുപടിയെ കൊടുത്ത് കുട്ടിയാണ് തിരിച്ചു പോയി. നമ്മളാണ് എന്താ പറയുക, നമ്മളെ ഭർത്താവാണ് എന്തായിരിക്കും പോയ അവിടുന്ന് മനുഷ്യർ ഒരു കാര്യപ്പെട്ട കാര്യം പറഞ്ഞായിരുന്നു അല്ലേ, നല്ല ചാട്ടലാടും. അതോടുകൂടി പിന്നെ ആ കുട്ടിയെ വയ്ക്കില്ല. ഇത് നമ്മൾ മാറ്റുക എന്നുള്ളതാണ്. ഏത് സമയത്തും മക്കൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, ആവശ്യമായ പരിഗണനകൾ കൊടുക്കണം, നല്ല ഉപദേശങ്ങൾ കൊടുക്കണം. നമ്മളെ മുൻഗാമികളൊക്കെ നല്ല ഉപദേശങ്ങൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കുമായിരുന്നു. നമ്മൾ ഉപദേശം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചൊരു ഉപദേശമുണ്ട്, നല്ല ചീത്ത അറിയാം. അതെപ്പോഴാണ് പറയാ, നമ്മളെ മക്കൾ പിടുത്തം വിട്ട് പോണത് വരെ നമ്മൾ ഉപദേശം കൊടുക്കൂല. പിടുത്തം വിട്ട് പോയി എന്ന് മനസ്സിലായ പിറ്റേന്ന് തുടങ്ങും പറഞ്ഞ് 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 പിന്നെ ലാസ്റ്റ് അടിപിടി കയ്യാങ്കളി തല്ല് എല്ലാം കഴിയും. എന്നിട്ട് നമ്മൾ പറയും ഓളടുത്ത് ഇങ്ങനെ ഒരു സ്വഭാവം ഞാൻ കണ്ട്, ഞാൻ നല്ല ഉപദേശിച്ച്, നല്ല കൊടുത്തു എന്നാണ് അതിൻ്റെ മലയാളം. അതിന് ഉപദേശം എന്ന് പറയില്ല. ഉപദേശം എന്താ, നേരത്തെ പറഞ്ഞു കൊടുക്കുക. യാ ബുനയ്യ, ലുക്മാൻ അലൈഹി ഇസ്ലാമിന് എന്തിനാ ഖുർആൻ പറഞ്ഞു തന്നത്? യാ ബുനയ്യ ഇന്നഹാ ഇൻ തഖു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഹർദൽ, പൊന്നുമോനെ നീ അല്ലാഹനെ സൂക്ഷിക്കണം. മൊബൈൽ വാങ്ങിയത് കോളേജ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ്, ഓൺലൈനിൽ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. അള്ളാഹു കൊണ്ടുവരുട്ട മോനെ, ആ ബോധ്യം കൊടുക്കുക എന്നുള്ളതാണ്. ആ ബോധ്യം മക്കൾക്ക് കൊടുക്കാൻ നമുക്ക് കഴിയണം. തെറ്റുകൾ അബദ്ധങ്ങളും ഉണ്ടാവും. ഇന്ന് 2 രീതിയിലാണ് മക്കളെ സ്നേഹിക്കുന്നത്. ഒന്ന്, സ്നേഹം കാണിച്ചു കൊടുക്കുകയില്ല, നല്ല സ്നേഹം ഉണ്ടെന്ന് പറയും, പക്ഷെ അതൊരു തരി പോലും പ്രകടിപ്പിക്കൂല. മൂപ്പര് രാവിലെ ജോലിക്കണ്ട് പോകും, വൈകുന്നേരം വന്ന് അതിൻ്റെ മുകളിൽ തോണ്ടി കുത്തിർക്കും, അല്ലെങ്കിൽ ലാപ്ടോപ്പ് കുത്തിർന്ന് മൂപ്പര് അങ്ങനെ സമയം തീർക്കും. പെണ്ണുങ്ങളാണെങ്കിൽ അടുക്കളയിൽ പുതിയ പുതിയ പാചക പരീക്ഷണങ്ങൾ ഇങ്ങനെ. ഞാൻ ഒരു വട്ടം പറഞ്ഞു പെണ്ണുങ്ങളോട്, ഈ യൂട്യൂബ് നിരോധിക്കാൻ വല്ല വകുപ്പുണ്ടോന്ന്. കാരണം മിൽമൻ്റെ പ്രൊഡക്റ്റ് എന്താല്ല, ഈ എന്താ പറയുക ചീസ് എന്താണെന്ന് അറിയാത്ത ഞാൻ മിൽമൻ്റെ മുഴുവൻ പ്രോഡക്റ്റും കാണാതെ പഠിച്ചൊരു കാലം ഉണ്ടായിനി ആ കൊറോണൻ്റെ ടൈമിൽ. അപ്പോൾ ഇത് നിരോധിക്കാൻ വല്ല വകുപ്പുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ പുതിയ പുതിയ സംവിധാനങ്ങൾ കണ്ടുപിടിക്കണ ഒരവസ്ഥയിലാവും ഇവരുണ്ടാവുക. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളിലേക്ക്. ഈ കുട്ടിക്ക് എന്തില്ല, ഈ കുട്ടിക്കൊരു ഉപദേശം കൊടുക്കാൻ, ഒന്ന് ചേർത്ത് നിർത്തി പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലാത്ത അവസ്ഥ. അവിടെ നല്ലോണം എന്ത് ചെയ്യുക, നമ്മൾ വേണ്ട ഉത്ബോധനങ്ങൾ കൊടുക്കുക. പക്ഷേ ഇന്ന് കാണുന്ന എന്താ, ആ ഉത്ബോധനങ്ങൾ ഒന്നുകിൽ പറഞ്ഞു കൊടുക്കൂല, പറഞ്ഞു കൊടുത്താൽ മോനോട് തെറ്റിയാലോ, അല്ലെങ്കിൽ ഈ സ്നേഹം പ്രകടിപ്പിക്കൂല. ഒന്നൊക്കെ സ്നേഹം പ്രകടിപ്പിക്കും എന്നിട്ട് തിന്മ കണ്ടാൽ മിണ്ടാതിരിക്കും, അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കൂല. രണ്ടും വേണമെന്നാണ് മാതൃക ഉണ്ട് മുൻഗാമികളിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം നിസ്കരിക്കുകയാണ്, സുജൂദിന്ന് പൊന്തണേയില്ല, കുറേ നേരം കാത്തു. ഒരു സഹാബി തല ഇങ്ങനെ പൊന്തി ചോദിക്കും. അപ്പോൾ പേരക്കുട്ടി കത്ത് കയറി ഉത്തരക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരം കഴിഞ്ഞപ്പോൾ സഹാബികൾ ചോദിച്ചു, അല്ല റസൂൽ എന്തേ സംഭവിച്ചത്, എത്ര നേരം ഞങ്ങൾ സുജൂദ് കിടന്നത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ മകൻ എന്നെ വാഹനാക്കി, എൻ്റെ മകൻ എന്നെ വാഹനാക്കി. അവൻ ഇറക്കിയാൽ ഓൻ കരയും, ഓൻ കരയണേക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് സുജൂദ് നേരം വയ്യത്. ആ റസൂല് ഒരു ദിവസം മോനുണ്ട് കാരക്ക ബൈത്തുൽ-മാലിൽ നിന്ന് എടുത്ത് കഴിക്കണ കാണുന്നു, ഓടി വന്നു, തൊള്ളയിൽ കൈയിട്ടു, അത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ആ കാരക്ക തിരിച്ച് ബൈത്തുൽ-മാലിക്ക് വെക്കാൻ കഴിയില്ല. ഒരൊറ്റ കാരക്കയാണ്, 10 കാരക്ക പകരം വെക്കാം അല്ലേ. ഓ തിന്നോട്ടെ, ഏതായാലും ഇഞ്ഞോനെ നുളൊളിപ്പിക്കണ്ട വിചാരിച്ചിട്ടില്ല. നമുക്ക് മാതൃകയാണത്. തെറ്റ് കണ്ടാൽ അത് പറയണം, അത് പറ്റൂല എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കും. എന്നാൽ സ്നേഹിക്കേണ്ടിടത്തോ നല്ലോണം സ്നേഹിക്കണം. ഒരു 9ാം ക്ലാസ്സിലെ ഒരു പെൺകുട്ടി, അവരുടെ ഉമ്മ ഒരിക്കൽ ഞങ്ങളുടെ അടുക്കൽ വന്നു. ഞങ്ങൾ മദ്രസയിൽ നിൽക്കുമ്പോൾ മദ്രസയിൽ വന്നിട്ട് പറഞ്ഞു, ഓളോട് നിങ്ങളൊന്ന് സംസാരിക്കുമോ? ഞാൻ പറഞ്ഞു, വലിയ പെൺകുട്ടിയല്ലേ, എനിക്കങ്ങനെ സംസാരിക്കാറുള്ള ആളൊന്നുമല്ല. അവർ നിങ്ങളൊന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ആ കുട്ടിനോട് സംസാരിച്ചപ്പോൾ ആ കുട്ടി അറിയട്ടോ, ഉമ്മ എന്നെ ചേർത്ത് പിടിച്ചിട്ട് എത്ര കാലമായി അറിയാം എനിക്ക്, ഉമ്മയ്ക്ക് ഒരു ഉമ്മ തന്നിട്ട് എത്ര കാലമായി അറിയാം എനിക്ക്. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, നമ്മളാലോചിച്ചാൽ മതി. ഇതൊക്കെ മക്കൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെ മക്കളെ വളർത്താൻ നമ്മൾ എന്ത് ചെയ്യണം, നല്ലോണം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ചെയ്യാന്നുള്ളത്, അതും നമുക്ക് നമ്മുടെ മുൻഗാമികളിൽ മാതൃകയുണ്ട് എന്ന. സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി, അദ്ദേഹം ഉമ്മു സുഫിയാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഉമ്മൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുക. അപ്പോൾ ഉമ്മ പറഞ്ഞ മറുപടി എന്താ അറിയോ, ഇതൊരു കാര്യം ചെയ്യ്, നീ ഖുറാൻ പഠിച്ചോ, ഹദീസ് പഠിച്ചോ, നെയ്ത്ത് ജോലി എടുത്തിട്ട് നിന്നെ ഞാൻ വളർത്തിക്കോളാം, ഇന്നാലും അമ്മ എന്ന് വിളിച്ചിങ്ങനെ പിന്നാലെ നടക്കണ്ട, ആദ്യം പോയി ഖുറാൻ പഠിക്കുന്നു.
ദീന് പഠിപ്പിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ ഓരോ രംഗങ്ങളും നമ്മൾ കൃത്യമായി കൊണ്ടുപോകാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. 5:40 ഏകദേശം ടൈമായി. നമുക്ക് 6 മണിക്ക് മഗ്‌രിബാണല്ലോ, അവസാനിപ്പിക്കുകയാണ്. ഒറ്റ കാര്യം കൂടി പറയട്ടെ. അള്ളാഹു നമുക്ക് വലിയ കാരുണ്യം തന്നിട്ടുണ്ട് അല്ലേ? അള്ളാഹു വലിയ കാരുണ്യം. അള്ളാഹു തന്ന കാരുണ്യം മനസ്സിലാകണമെങ്കിലേ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുണ്യം നൽകാൻ വേണ്ടി വെച്ച സംവിധാനങ്ങൾ നോക്കിയാൽ മതി. പുണ്യം നൽകാൻ, നമുക്ക് പുണ്യം കിട്ടാൻ പുഞ്ചിരിച്ച കൂലിയരാന്നാ പറഞ്ഞത്. നിങ്ങൾ വസ്ത്രം വൃത്തിയാക്കിക്കോളി. എത്ര ആൾക്കാർ, നമ്മളൊക്കെ അലക്കണ ആൾക്കാരല്ലേ? ഈ അലക്കുമ്പോൾ പടച്ചോനെ ഈ വസ്ത്രം വൃത്തിയാക്കണ റബ്ബനിൻ്റെ കൽപ്പനയാണ്, കൂലിയരാന്നാ പറഞ്ഞത്. അടുക്കളയിൽ പണിയെടുക്കുക, പടച്ചോനെ എൻ്റെ ഭാര്യയും എൻ്റെ ഭർത്താവിനെയും മക്കളെയും നോക്കാൻ അതിനുവേണ്ടി അള്ള പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഞാനിത് ചെയ്യണത്, കൂലിയരാന്നാ പറഞ്ഞത്. രാവിലെ ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ മനസ്സിലൊരു നിയ്യത്തുണ്ടായാൽ മതി, എൻ്റെ കുടുംബത്തെ നോക്കാൻ, എൻ്റെ ഉമ്മയെ, എൻ്റെ ഉപ്പയെ, എൻ്റെ മക്കളെ, എൻ്റെ ഭാര്യയെ നോക്കാൻ എൻ്റെ റബ്ബ് പറഞ്ഞ അതിനെ ഞാൻ പോണേ. ബൈക്ക് കിക്കർ അടിക്കണ മുതൽ കൂലിയരാന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇതിനേക്കാൾ വലിയ കാരുണ്യവാനായ റബ്ബുണ്ട് നമുക്ക്. ആലോചിച്ചു നിങ്ങൾ, എത്ര കാരുണ്യവാനാണ് ആ റബ്ബ് സുബ്ഹാനഹു വ തആല. അത് സാധാ കൂലിയാണോ? ഒരു നന്മ ചെയ്താൽ 10 ഇരട്ടി കൂലി അല്ലേ? ഒരു നന്മ ചെയ്താൽ 10 ഇരട്ടി കൂലി, എല്ലാത്തിനും കൂലി. ചിരിച്ചാൽ കൂലി തരാന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിനോട് ചോദിച്ചു, നിന്റെ രാത്രിയിലെ നമസ്കാരം എങ്ങനെ? ആ സഹാബി പറഞ്ഞു, ഞാൻ രാത്രി ഇശാ കഴിഞ്ഞാൽ നേരത്തെ ഉറങ്ങും, എന്നിട്ട് ഞാൻ നേരത്തെ എണീക്കും, എന്നിട്ട് തഹജ്ജുദ് നിസ്കരിക്കും. റസൂലുള്ളാഹിനോട് ആ സഹാബി പറയാം, ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എൻ്റെ നമസ്കാരത്തിൻ്റെ അതേ കൂലി എൻ്റെ ഉറക്കിന് കിട്ടണം. റസൂലുള്ളാഹി പറഞ്ഞു കിട്ടുന്നതാണ്. എന്താ കാരണം? ഉറങ്ങാൻ കിടക്കുമ്പോൾ നിയ്യത്ത് എന്താ ഉള്ളത്? നേരത്തെ എണീക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം. ആ നിയ്യത്തിന് കൂലി തരാന്ന് പറഞ്ഞ റഹ്മാനായ ഒരു റബ്ബുണ്ടായിട്ട് ആ ദീനൊന്ന് ജീവിതത്തിൽ പകർത്താൻ നമ്മൾ തയ്യാറില്ലെങ്കിൽ നാളെ മീസാനിൽ ഇങ്ങനെ തൂക്കുമ്പോഴേ ഒരു നന്മ ഒരാൾ ചെയ്തിട്ടുണ്ട്, ഒരു തിന്മ ഒരാൾ ചെയ്തിട്ടുണ്ട്, മീസാൻ തൂക്കുമ്പോൾ അത് തുല്യമല്ല. നന്മക്കൊന്നിന് 10. നന്മ കനം തൂങ്ങും. നിങ്ങൾക്കൊരു പ്രതിസന്ധി വന്നു, ഒരു രോഗം വന്നു, നിങ്ങൾ ക്ഷമിച്ചു, നിങ്ങളുടെ പാപങ്ങൾ ഇങ്ങനെ പുറത്തുകൊണ്ടേയിരിക്കും. ഉണങ്ങിയ മരത്തിൽ നിന്ന് ഉണങ്ങിയ ഇലകൾ മരത്തിൽ നിന്നും കൊഴിഞ്ഞു പോകുന്നത് പോലെ തനാസറത്ത് ഹത്തായ നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊഴിച്ചു തരും. എപ്പോ? ക്ഷമിച്ചാൽ. പാപങ്ങൾ ക്ഷമിച്ചാൽ പുറത്തു തരും. ഒരു നന്മക്ക് 10 പ്രതിഫലം നൽകും. ചിരിച്ചാൽ പോലും കൂലി തരും. ഏത് നന്മക്കും കൂലി തരും. വലത്തെ ഭാഗത്തേക്ക് മുടി ചീകിയാൽ കൂലി തരും. വലത്തെ കാലിൽ ചെരുപ്പ് ധരിച്ചാൽ കൂലി തരും. ഇടതു ഭാഗത്തേക്ക് തുപ്പിയാൽ കൂലി തരും. എല്ലാത്തിനും കൂലി തരാൻ പറഞ്ഞു. എന്നിട്ട് ഇതൊക്കെ ചെയ്തിട്ടും ഇതിങ്ങനെയൊക്കെ കൂലി തന്നിട്ടും നന്മയുടെ തട്ട് താഴാതെ തിന്മയുടെ തട്ട് താന്നിണെങ്കിൽ അതിനെന്താ മനസ്സിലാക്കേണ്ടത്? ഇവൻ ചെയ്ത നന്മൻ്റെ 10 ഇരട്ടി തിന്മ ചെയ്തിട്ട് അവൻ എങ്ങോട്ടെത്തിയത്? നരകത്തേക്ക് എത്തുന്നത്. പിന്നെ നരകത്തിനല്ല, അതെവിടെ അവകാശം? അതുകൊണ്ട് ദീൻ എളുപ്പമാണ്. ദീന് കുടുസതൊന്നല്ല, ദീൻ എളുപ്പമാണ്. നമ്മളെ പടച്ച റഹ്മാനായ റബ്ബിനറിയാം പെണ്ണിൻ്റെ ശരീരം എങ്ങനെയാണ്, ആണിൻ്റെ ശരീരം എങ്ങനെയാണ്. അങ്ങനെയാണ് നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമങ്ങൾ ഉണ്ടാക്കിയത്. അതനുസരിച്ച് ജീവിക്കുക. നേരത്തെ പറഞ്ഞ ഹദീസ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുക, അള്ളാഹിനെ സൂക്ഷിച്ച് അള്ളാഹിൻ്റെ ദീന് സംരക്ഷിച്ച് ജീവിച്ചാൽ അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കും. അള്ളാഹു നമ്മളെ കാര്യത്തിൽ ഇടപെടും. പ്രതിസന്ധിയിൽ അള്ളാഹു നമ്മളെ കൂടെ നിൽക്കും. ബുദ്ധിമുട്ടിൽ അള്ളാഹു ഉണ്ടാവും സഹായിക്കാൻ. അതിപ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ ഹിഫ്ളില്ലയിലൂടെ തെറ്റ് പറ്റിയിട്ടുണ്ട്. ഇനി അത് വേണോ? ആ ഹിഫ്ളില്ല നന്നാക്കുക, ദീന് നന്നാക്കുക, അള്ളാഹിൻ്റെ മാർഗത്തിൽ മുന്നേറാൻ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനനുസരിച്ച് ജീവിക്കുവാനും ആ സ്വർഗത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഒരുമിച്ച് കൂടിയിരിക്കുവാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവരുടെ രോഗങ്ങൾക്ക് നീ ശമനം നൽകണമേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. അവരുടെ കബറിടം നീ വിശാലമാക്കി കൊടുക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമേ തമ്പുരാനെ. അള്ളാഹുവെ, ദീനനുസരിച്ച് ജീവിക്കുവാൻ, ആ കുടുംബസമേതം ദീനനുസരിച്ച് ജീവിക്കുവാനും അതുപോലെ സ്വർഗത്തിലേക്ക് പോകുവാനും ഞങ്ങൾക്ക് നീ തൗഫീക്കിനെ പ്രദാനം ചെയ്യണമേ. വാഹിർ ദവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.